യോഗത്തിൽ നമുക്ക് ഒരുമിച്ച് ಸಂಬಂಧಿಕಾನಾയിട്ട് ದೈವ നൽകിയ നല്ല ಅವಸರത്തിനായിട്ട് ಸ್ತೋತ್ರ. ಈ 3 ದಿವಸದಲ್ಲಿ ನಡೆಯುವಂತ ಕೂಟದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಒಂದು ಸೇರಿ ಬರುವಂತೆ ದೇವರು ಕೃಪೆ ಮಾಡಿದಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. കരമുയർത്തി എല്ലാവരും ചേർന്ന് ಕರವನ್ನೆತ್ತಿ ಎಲ್ಲರೂ ಸ್ತೋತ್ರ ಮಾಡಿ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಜೋರಾಗಿ ಒಂದು ಹಲ್ಲೆಲೂಯ ಹೇಳಿ. പ്രിയ നാരായണൻകുട്ടി പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്ര. ആമേൻ. ഒരിക്കൽ കൂടെ പ്രിയ ദൈവദാസനോട് ചേർന്ന് ദൈവം നൽകിയ കൂട്ടായ്മയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ಮತ್ತೊಂದು ಆವೃತ್ತಿ ದೇವರ ಆಮೇಲೆ ದಾಸರೊಂದಿಗೆ ಒಂದು ಐಕ್ಯತೆಯನ್ನು ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. പ്രിയ ഷിജു പാസ്റ്റർ, കുടുംബം, സന്തോഷ് പാസ്റ്റർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി. ನಮಗೆ ಪ್ರಿಯರಾಗಿರುವ ಶಿಜು ಪಾಸ್ಟರ್ ಅವರ ಕುಟುಂಬ ಮತ್ತು ಸಂತೋಷ್ ಪಾಸ್ಟರ್ ಇಲ್ಲಿ ಬಂದಿರುವಂತ ಆಮೇನ್ ಸಭೆಯ ಎಲ್ಲರಿಗಾಗಿ ಸ್ತೋತ್ರ. സമയം ഒട്ടും കളയാതെ പെട്ടെന്ന് ഒരു ദൈവവചനത്തിലേക്ക് നമ്മുടെ സത്യത്തിൽ ಸಮಯ ಸ್ವಲ್ಪವನ್ನು ನಾವು ಆಮೇಲೆ ವ್ಯರ್ಥ ಮಾಡದೆ ನಾವು ಬೇಗನೆ ವಾಕ್ಯಕ್ಕೆ ಹೋಗೋಣ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 10ാമത്തെ അധ്യായം. ಸಕರಿಯ ಪ್ರವಾದನ ಪುಸ್ತಕ 10ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯ. 10ാം അധ്യായം 3ാമത്തെ വചനം. 10ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ. ಸಕರಿಯ ಪ್ರವಾದನ ಪುಸ್ತಕ 10ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ ആശീർവദിക്കപ്പെട്ടിരുന്ന ഈ ದೇವರ ವಾಕ್ಯಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೀನಿ. വിശുദ്ധ ബൈബിൾ പ്രവചന പുസ്തകങ്ങൾ പ്രധാനമായും രണ്ടായി നമുക്കതിനെ തരംതിരിച്ചിട്ടുണ്ട്. ബൈബിളിನಲ್ಲಿ ಆಮೇಲೆ ಪ್ರವಾದನ ಪುಸ್ತಕಗಳು ಎರಡಾಗಿ ವಿಭಾಗ ಮಾಡಬಹುದು. വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും പ്രവചന പുസ്തകത്തെ പ്രധാനമായി രണ്ടായി തരംതിരിച്ചു. ದೊಡ್ಡ ಪ್ರವಾದಿಗಳೆಂದರೂ ಚಿಕ್ಕ ಪ್ರವಾದಿಗಳೆಂದರೂ ಎರಡಾಗಿ ವಿಭಜಿಸಬಹುದು. ഇതിൽ വലിയ പ്രവാചകന്മാരുടെ പുസ്തകമാണ് യെശയ്യാവ്, ഇരമ്യാവ്, വിലാപങ്ങൾ, യഹസ്കേൽ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന പുസ്തകം. ಆಮೇಲೆ യെശയ്ಯ, ಇರಮ್ಯಾನು ಮತ್ತು ಸಕರಿಯ ಇದೆಲ್ಲ ಬಂದು ದೊಡ್ಡ ಪ್ರವಾದಿಗಳ ಗಣದಲ್ಲಿ ಬರುತ್ತದೆ. ബാക്കി പുസ്തകങ്ങളൊക്കെ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന പുസ്തകങ്ങൾ. മിക്കവാറും ചിക്ക പ്രവാദികളെന്ന ആ ಒಂದು ഭാഗದಲ್ಲಿ ಬರುತ್ತದೆ. ഞാൻ ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒരുപാട് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യದ ಹಿನ್ನೆಲೆಯಾಗಿ ಹೆಚ್ಚಾಗಿ ನಾನು ಹೋಗೋದಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇಲ್ಲ. വളരെ കോപത്തോടുകൂടെ അപ്പോൾ തന്നെ വളരെ ഖേദത്തോടുകൂടെ കർത്താവ് പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ಬಹಳ ಕೋಪದೊಂದಿಗೆ ದೇವರು ಹೇಳಿರುವಂತ ಒಂದು ವಾಕ್ಯವಾಗಿದೆ ನಾವು ಇಲ್ಲಿ ಓದಿರುವುದು. വളരെ കോപത്തോടുകൂടെ അപ്പോൾ തന്നെ വളരെ ദുഃഖത്തോടെ കർത്താവ് പറഞ്ഞ ഭാഗമാണ്. ಬಹಳ ಕೋಪದಿಂದಲೂ ಅದೇ ಸಮಯದಲ್ಲಿ ಬಹಳ ದುಃಖದಿಂದಲೂ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ. കർത്താവ് പറഞ്ഞു, എന്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു. ನನ್ನ ಕೋಪವನ್ನು ಆಮೇಲೆ ಕುರುಬರ ಮೇಲೆ ಜ್ವಲಿಸುತ್ತಾ ಇದೆ. ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. ನಾನು ದೊಡ್ಡ ಕುರಿಗಳನ್ನು ನಾನು ಸಂದರ್ಶಿಸುತ್ತೇನೆ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, ಸೇನಾಧೀಶರನಾದ ಯೆಹೋವನು തന്റെ ആട്ടിൻ കൂട്ടത്തെ സന്ദർശിച്ച് ತನ್ನ ಕುರಿಗಳನ್ನು ಸಂದರ್ಶಿಸಿ അവരെ പടയിൽ തനിക്ക് ഒരു മനോഹര ദുരകമാക്കി തീർക്കും. ಆತನು ತನಗಾಗಿ ಒಂದು മനോഹരವಾಗಿರುವ ಒಂದು ದುರ್ಗವಾಗಿ ಮಾಡುತ್ತದೆ. എന്തിനാണ് ദൈവത്തിന്റെ കോപം ജ്വലിച്ചത്? എന്തിനാണ് ദൈവം കോപിച്ചത്? എന്തിനാണ് ദൈവം ഖേദത്തോടെ ഈ കാര്യം പറഞ്ഞത്? ಯಾಕೆ ದೇವರು ಕೋಪ ಮಾಡಿಕೊಂಡರು? ಯಾಕೆ ದುಃಖಪಟ್ಟಿದ್ರು? അതിന്റെ പശ്ചാത്തലം അറിയണമെങ്കിൽ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം ഓരോന്നായി നമ്മൾ പഠിക്കണം. ಅದರ ಹಿನ್ನೆಲೆಯನ್ನು ಹೇಳಬೇಕಾಗಿರುವುದಾದ್ರೆ ನಾವು ಚಿಕ್ಕ ಪ್ರವಾದಿಗಳ ಪುಸ್ತಕಗಳನ್ನು ಓದಬೇಕಾಗಿದೆ. ദൈവത്തിന്റെ സഭയിൽ ശുശ്രൂഷയ്ക്കായി ആക്കി വെച്ചിരുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു. ದೇವರ ಸಭೆಯಲ್ಲಿ ಸೇವೆ ಮಾಡೋದಕ್ಕಾಗಿ ಇಟ್ಟಿರುವಂತ ಆಮೇಲೆ ದೇವರ ಸೇವಕರಿದ್ದರು. എന്തിനാണ് ദൈവം പുരോഹിതന്മാരെ ശുശ്രൂഷയ്ക്കായി ആക്കി? ಯಾಕೆ ದೇವರು ಪುರೋಹಿತರನ್ನು ಸೇವೆಗಾಗಿ ಇಟ್ಟಿರೋದು? ദൈവത്തിനും ജനത്തിനും മധ്യസ്ഥനായി നിന്നുകൊണ്ട് ജനത്തിന്റെ കാര്യങ്ങൾ ദൈവത്തോട് അറിയിക്കാൻ ദൈവം പുരോഹിതന്മാരെ സഭയിലാക്കി വെച്ചിരുന്നു. ನೋಡ್ರಿ, ಆಮೇಲೆ ದೇವರಿಗೂ ಆಮೇಲೆ ಜನರಿಗೂ ಮಧ್ಯದಲ್ಲಿ ಇದ್ದುಕೊಂಡು ಜನರ ಕಾರ್ಯಗಳನ್ನು ದೇವರಿಗೆ ಹೇಳಿಕೊಡೋದಕ್ಕಾಗಿ ಅವರನ್ನು ನೇಮಿಸಿದರು. 2 പ്രവാചകന്മാരെ ദൈവം സഭയിലാക്കി. ಆಮೇಲೆ ಪ್ರವಾದಿಗಳನ್ನು ದೇವರು ಸಭೆಯಲ್ಲಿ ಕೊಂಡು ദൈവത്തിൽ നിന്നും വിലപ്പെട്ട ആലോചന പ്രാപിച്ച് ജനത്തിന് നൽകി കൊടുക്കാൻ ദൈവം പ്രവാചകന്മാരെ സഭയിലാക്കി വെച്ചു. ದೇವರಿಂದ ಆಲೋಚನೆಯನ್ನು ಕೇಳಿಕೊಂಡು ಜನರಿಗೆ ಕೊಡುವುದಕ್ಕಾಗಿ ದೇವರು ಪ್ರವಾದಿಗಳನ್ನು ಸಭೆಯಲ್ಲಿ ನೇಮಿಸಿದರು. ദൈവത്തിന്റെ ജനത്തെ യഥാർത്ഥമായ പാതയിലൂടെ വഴി നടത്താൻ ദൈവം ഇടയന്മാരെ സഭയിലാക്കി വെച്ചു. ದೇವರ ಜನರನ್ನು ಸರಿಯಾದ ದಾರಿಯಲ್ಲಿ ನಡೆಸುವುದಕ್ಕಾಗಿ ಕುರುಬರನ್ನು ಸಭೆಯಲ್ಲಿ ನೇಮಿಸಿದರು. ദൈവം സഭയിൽ ശുശ്രൂഷയ്ക്കാക്കി ആക്കി വെച്ചിരുന്ന ഈ ശുശ്രൂഷക വൃന്ദങ്ങൾ
ದೇವರ ಸೇವೆಗಾಗಿ ದೇವರ ಸಭೆಯಲ್ಲಿ ಇಟ್ಟಿರುವಂತ ಈ ಸೇವಕರು ദൈവം അവർക്ക് കൊടുത്ത ഉത്തരവാദിത്വങ്ങളും ദൈവം അവർക്ക് കൊടുത്ത ശുശ്രൂഷകളും പാടെ മറന്നു കളഞ്ഞിട്ട് ದೇವರವರಿಗೆ ಕೊಟ್ಟಿರುವಂತ ಜವಾಬ್ದಾರಿಯನ್ನು ಸೇವೆಯನ್ನು ಆಮೇಲೆ ಸಂಪೂರ್ಣವಾಗಿ ಮರೆತು ಬಿಟ್ಟು സാധാരണ ജനങ്ങളെ പോലെ ജീവിക്കാനായിട്ട് തുടങ്ങി. ಅವರು ಸಾಧಾರಣ ಜನಗಳು ಜೀವಿಸುವಂತ ರೀತಿಯಲ್ಲಿ ಜೀವಿಸುವುದಕ್ಕೆ ಪ್ರಾರಂಭ അപ്പോൾ ദൈവത്തിന് കോപം ജ്വലിച്ചു. ಇದು ನೋಡಿದಾಗ ದೇವರಿಗೆ ಕೋಪ ಬಂತು. ദൈവം പറഞ്ഞു, എന്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു. ದೇವರು ಹೇಳಿದರು, ನನ್ನ ಕೋಪವನ್ನು ಕುರುಬರ ಮೇಲೆ ಜ್ವಲಿಸುತ್ತಾ ಇದೆ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ನನ್ನನ್ನು ಕೇಳುವಂತ ದೇವರ ಜನರೇ, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും ദൈവം ഓരോ ഉത്തരവാദിത്വങ്ങൾ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ರಕ್ಷಣೆ ಹೊಂದಿರುವ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ದೇವರು ಒಂದು ಜವಾಬ್ದಾರಿಯನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ ಎಂದು ಮರೆಯಬಾರದು. ഉത്തരവാദിത്വ ബോധമില്ലാതെ ഇരുന്നാൽ ഒരിക്കൽ ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ ജ്വലിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ನಾವು ಆ ಜವಾಬ್ದಾರಿಯನ್ನು ತಿಳಿದುಕೊಳ್ಳದೆ ಹೋದರೆ ದೇವರ ಕೋಪವನ್ನು ನಮ್ಮ ಮೇಲೆ ಬರುತ್ತದೆ. ദൈവം പറഞ്ഞു, ഇനി ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. ನಾನು ಮತ್ತೊಂದು ಆವರ್ತಿ ಕುರಿಗಳನ್ನು ಸಂದರ್ಶಿಸುತ್ತೇನೆ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, ಸೇನಾಧೀಶ್ವರನಾದ ಯೆಹೋವನು യഹൂദ ഗ്രഹമായ ಯೆಹೂದ ಗೋತ್ರಗಾದ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് ತನ್ನ ಕುರಿ ಅಟ್ಟಿಗಳನ್ನು ಸಂದರ್ಶಿಸಿ തനിക്ക് പടയിൽ ഒരു മനോഹര തുരകമാക്കി തീർക്കും. ನನ್ನ ಸೇನೆಗಳಲ್ಲಿ ಒಂದು ದುರ್ಗವಾಗಿ ಮಾಡುತ್ತದೆ. കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? ಕರ್ತನು ಹೇಳಿದ್ದು ಈ ರೀತಿಯಲ್ಲಿ ಆಗಿದೆ. ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ കാലമാണ്. ಇದು ದೇವರ ಸಂದರ್ಶನ ಕಾಲವಾಗಿದೆ. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്ന എത്ര ദൈവജനം ഇതിന്റെ നടുവിൽ? ಎಷ್ಟು ಜನ ಇದನ್ನು ನಂಬುತ್ತಾ ಇದ್ದೀರಾ? ഇത് ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ കാലമാണ്. ಇದು ದೇವರ ಸಂದರ್ಶಿಸುವಂತ ಕಾಲವಾಗಿದೆ. തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിക്കും. ದೇವರು ತನ್ನ ಕುರಿಗಳನ್ನು ಸಂದರ್ಶಿಸುತ್ತದೆ. തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ചിട്ട് അവരെ പടക്കുതിരകളാക്കി മാറ്റും. ನೋಡ್ರಿ, ದೇವರು ತನ್ನ ಕುರಿಗಳನ್ನು ಸಂದರ್ಶಿಸಿ ಆಮೇಲೆ ತನ್ನ ಸೇನೆಗಳಲ್ಲಿ ಒಳ್ಳೆ ಕುದುರೆಗಳಾಗಿ ಮಾರುತ್ತಾರೆ. ആടിനെ പോലെ ഞാനും നീയും ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ನಾವು ಕುರಿಗಳಾದ ಕುತ್ತುಕೊಳ್ಳುವಂತ ಅನೇಕ ಕಾಲಗಳಾಗಿ മനസ്സിലായി, ഇനി ഇവർ ഒരാടിനെ പോലെ ഇരിക്കേണ്ടവനല്ല. ಆಮೇಲೆ ದೇವರಿಗೆ ಗೊತ್ತಾಯ್ತು, ಇനി ಇವರು ಕುರಿಗಳಂತೆ ಇರುವವರಲ್ಲ, ആടിനെ പോലെ ഇരിക്കേണ്ടവളല്ല, ಕುರಿಗಳಾಗಿ ಇರುವಂತವರಲ್ಲ. ദൈവം ആട്ടിൻകൂട്ടത്തിന് മേൽ ദൈവത്തിന്റെ സന്ദർശനം അയക്കാൻ തീരുമാനിച്ചു. ದೇವ ಕುರಿಗಳ ಮೇಲೆ ತನ್ನ ಸಂದರ್ಶನವನ್ನು ಕಳಿಸುವಂತ ಕಾಲ പറഞ്ഞു, ഇനി ഒരു ആടിനെ പോലെയല്ല, അവരെ പടക്കൂട്ടത്തിൽ ഒരു മനോഹര തുരകമാക്കി ഞാൻ ഉപയോഗിക്കും. ನೋಡ್ರಿ, ಕುರಿಗಳಂಗೆ ಇರೋದಕ್ಕಾಗಿ ಅಲ್ಲ, ಸೇನೆಗಳಲ್ಲಿ ಉಪಯೋಗಿಸುವ ಕುದುರೆಗಳಾಗಿ ಉಪಯೋಗಪಡುತ್ತಾರೆ. 3 ദിവസത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ദൈവം നിന്നെ സന്ദർശിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ಈ 3 ದಿನ ಕೂಟದ ಉದ್ದೇಶವೇನೆಂದರೆ ದೇವರು ನಿಮ್ಮನ್ನು ಸಂದರ್ಶಿಸುವಂತ ದಿನವಾಗಿದೆ. ദൈവത്തിന്റെ പടക്കൂട്ടത്തിൽ പടപൊരുതാൻ ചില പടക്കുതിരകളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ದೇವರ ಯುದ್ಧವನ್ನು ಮಾಡುವಂತ ಆ ಸೇನೆಗಳಲ್ಲಿ ಆಮೇಲೆ ಯುದ್ಧ ಮಾಡೋದಕ್ಕೆ ಕೆಲ ಕುದುರೆಗಳು ಬೇಕಾಗಿದೆ. ആടിനൊരു പ്രത്യേകതയുണ്ട്. ഏത് ജീവി അതിനെ ഉപദ്രവിക്കാൻ വന്നാലും അത് ഓടി ഒളിക്കും. ನಾವೇ ನೋಡ್ರಿ, ಕುರಿಗಳಿಗೊಂದು ವಿಶೇಷವಾಗಿದೆ. ಯಾಕಂದ್ರೆ ಅದಕ್ಕೆ ಏನಾದ್ರೂ ತೊಂದರೆ ಮಾಡಕ್ ಬಂದ್ರೆ ಅದನ್ನು ಓಡೋಗುತ್ತದೆ. ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ ത്രാണിയില്ലാത്ത ഒരു ജീവിയാണ്. ಶತ್ರುಗಳನ್ನು ಎದುರಿಸಿ ನಿಲ್ಲೋದಕ್ಕೆ ಅದಕ್ಕೆ ಶಕ್ತಿ ಇಲ್ಲ. ഓടി ഒളിക്കാൻ മാത്രം വിധിക്കപ്പെട്ടത്. ಅದು ಓಡಿ ತಪ್ಪಿಸಿಕೊಳ್ಳೋದಕ್ಕೆ ಮಾತ್ರವನ್ನೇ ಅದು ಗೊತ್ತಿದೆ. ശത്രു മുമ്പിൽ വന്നാൽ ഓടി ഒളിക്കാൻ മാത്രം അറിയുന്ന ഒരു ജീവി. ಶತ್ರುವಾದವನು ಮುಂದೆ ಬರುವಾಗ ಅದು ಓಡಿ ಹೋಗುತ್ತದೆ. നിലവിളിക്കാൻ മാത്രം അറിയുന്ന ഒരു ജീവി. ಅದು ಹತ್ಕೊಳ್ಳೋದಕ್ಕೆ ಮಾತ್ರ ಗೊತ್ತಿದೆ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ಈ ರಾತ್ರಿಯಲ್ಲಿ ಪವಿತ್ರಾತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഇന്നലകളിൽ ശത്രു നിന്റെ നേരെ കടന്നു വന്നപ്പോൾ, ನೆನ್ನೆ ದಿನಗಳಲ್ಲಿ ಶತ್ರು ನಿನಗೆ ವಿರೋಧವಾಗಿ ಬಂದ, നിലവിളിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവനെ പോലെ, ಆಮೇಲೆ ಹತ್ಕೊಳ್ಳೋದಕ್ಕೆ ಮಾತ್ರ ಗೊತ್ತಿರುವ ನೀನೆ, ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ ത്രാണിയില്ലാതെ ഓടി ഓടിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവനെ പോലെ, ಶತ್ರುವಿನ ಎದುರಿಸಿ ನಿಲ್ಲೋದಕ್ಕೆ ಶಕ್ತಿ ಇಲ್ಲದೆ ಓಡಿ ಹೋಗಿದ ಹಾಗಿರುವಂತ ഒരു ഭീരുവിനെ പോലെ ഇരുന്ന നിന്റെ മേൽ ಒಂದು ಭಯಚಕಿತರಾಗಿರುವ ನಿಮ್ಮ ಮೇಲೆ സന്ദർശനം ഇറങ്ങി വരികയാണ്. ಇವತ್ತು ರಾತ್ರಿ ದೇವರ ಸಂದರ್ಶನ ಇಳಿದು ಬರುತ್ತದೆ. നീ നിലവിളിച്ച് ഓടി ഓടിക്കേണ്ടവനല്ല, ನೀನು ಹತ್ತುಕೊಂಡು ಓಡಿ ಹೋಗುವವಳಲ್ಲ. നിനക്ക് നേരെ കടന്നു വരുന്ന അന്ധകാര ശക്തികൾക്ക് നേരെ പടപൊരുതാൻ ഒരു അഭിഷേകത്തോടുകൂടെ ഇന്ന് രാത്രിയിൽ ഒരു പടക്കുതിരയുടെ ശക്തിയോടെ ആത്മാവ് ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ನಿನಗೆ ವಿರೋಧವಾಗಿ ಬರುವಂತ ಅಂಧಕಾರ ಶಕ್ತಿಗಳೊಂದಿಗೆ ಹೋರಾಡುವುದಕ್ಕೆ ಒಂದು ಶಕ್ತಿ ನಿನ್ನ ಮೇಲೆ ಕೊಡುತ್ತಾರೆ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ಇವತ್ತು ರಾತ್ರಿ ಎಷ್ಟು ಜನಕ್ಕೆ ಆಸೆ ಇದೆ? പടക്കുതിരയോടെ ശക്തിയോടുകൂടെ എഴുന്നേൽക്കണം. ನನಗೆ ಒಳ್ಳೆ ಶಕ್ತಿಯೋടെ ನಾನು ಓಡೋಗಬೇಕಾಗಿದೆ. പടക്കുതിരയുടെ ശക്തിയോടെ എനിക്ക് ಸೈನ್ಯದಲ್ಲಿ ಇರುವಂತ ಕುದುರೆಗಳಾಗಿ ಓಡೋಗಬೇಕಾಗಿದೆ. പറഞ്ഞു, ഞാൻ നിന്നെ പടക്കുതിരയാക്കി മാറ്റും. ನಾನು ನಿನ್ನ ಸ್ತೋತ್ರ ಯುದ್ಧದಲ್ಲಿ ಉಪಯೋಗಿಸಿದ ಕುದುರೆ ಅಂತ ಮಾಡುತ್ತಾರೆ. ആരുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചോ? ನೀ ಯಾರ ಮುಂದೆ ನೀ ಓಡಿ ಹೋಗೋದಕ್ಕೆ ಇಷ್ಟಪಟ್ಟಿದೆಯೋ? പ്രതിസന്ധിയെ കണ്ട് നിലവിളിച്ചോ? ಯಾವ ಒಂದು ತೊಂದರೆ ನೋಡಿಕೊಂಡು ನೀ ಹತ್ತುಕೊಂಡಿದೆಯೋ? നീ ഏതിന്റെ മുമ്പിൽ പതറി നിന്നോ? ಯಾವ ಸಮ್ಮತದ ವಿಷಯದಲ್ಲಿ അതിന്റെ മുമ്പിൽ ജയം തരാൻ ഇന്ന് പകൽ ഒരു പുതിയ അഭിഷേകം പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ചിലതിന്റെ മേൽ പകരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ಇವತ್ತು ರಾತ್ರಿ ಅದರ ಮೇಲೆ ಒಂದು ಅಭಿಷೇಕವನ್ನು ದೇವರು ನಿಮಗೆ ಕೊಡುತ್ತಾರೆ.
നീ ഓടി ഒളിക്കുകയില്ല. ಇವತ್ತಿನಿಂದ ನೀವು ಓಡಿ ಹೋಗೋದಿಲ್ಲ, നിലവിളിക്കുകയില്ല, ಇನ್ನು ಹತ್ತುಕೊಳ್ಳೋದಿಲ್ಲ. ശത്രുവിന്റെ പടക്കളത്തിലേക്ക് പാഞ്ഞു ചെല്ലുന്ന പടക്കുതിരയെ പോലെ ഇന്ന് രാത്രിയിൽ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരുകയാണ്. ಶತ್ರುವಿನ ವಿರುದ್ಧವಾಗಿ ಓಡಿ ಹೋಗಿ ಆಮೇಲೆ ಸೈನ್ಯದಲ್ಲಿ ಯುದ್ಧ ಮಾಡುವಂತೆ ಒಂದು ಕುದುರೆಯಿಂದ ಇರುವಂತ ಅಭಿಷೇಕವನ್ನು ಕೊಡುತ್ತಾರೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. കർത്താവ് പറയുന്നു, ಕರ್ತನೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, പഴയ നിയമത്തിൽ ഞാൻ നിന്നെ പടക്കുതിരയാക്കുമെന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ, ಆಮೇಲೆ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನಿಮ್ಮ ಯುದ್ಧದಲ್ಲಿ ಉಪಯೋಗ ಮಾಡುವಂತ ಕುದುರೆ ಹಾಗೆ ಮಾಡುತ್ತಾರೆ. പുതിയ നിയമ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അവൻ നമ്മെ പടക്കുതിരയാക്കി മാറ്റിയിരിക്കുന്നു. ಆಮೇಲೆ ಹೊಸ ಒಡಂಬಡಿಕೆ ಬರುವಾಗ ನಮ್ಮನ್ನು ಆ ರೀತಿಯಲ್ಲಿ ಆಮೇಲೆ ಯುದ್ಧದಲ್ಲಿ ಉಪಯೋಗ ಪಡಿಸುವಂತ ಕುದುರೆಯಾಗಿ ಮಾಡಿದ್ದಾರೆ. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ಅದಕ್ಕೆ ಬೈಬಲ್ ചേർത്തവനെ പ്രസാദിപ്പാൻ ആരും ജീവന കാര്യങ്ങളിൽ ഏർപ്പെടുന്നില്ല. ಆಮೇಲೆ ಸ್ತೋತ್ರ, ಆ ಕಾರ್ಯಗಳಲ್ಲಿ ಯಾರು ಆಮೇಲೆ ಇಳಿತಾ ಇಲ್ಲ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. നമ്മളെ കർത്താവ് പടക്കുതിരകളാക്കി മാറ്റിയിരിക്കുന്നു. ನಮ್ಮನ್ನು ಯುದ್ಧದಲ್ಲಿ ಉಪಯೋಗ ಪಡಿಸುವಂತ ಕುದುರೆಗಳಂತೆ ಮಾಡಿದ್ದಾರೆ. ആരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്? ಯಾರೊಂದಿಗೆ ಆಗಿದೆ ನಮಗೆ ಹೋರಾಟ? നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല. ದೇವರ ವಾಕ್ಯ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಮಾಂಸ ರಕ್ತದೊಂದಿಗೆ ನಮಗೆ ಯುದ್ಧ ಇಲ್ಲ. അധികാരങ്ങളോട്, ಎಲ್ಲ ಅಧಿಕಾರ ಅಂಧಕಾರ ಶಕ್ತಿಗಳೊಂದಿಗೆ, ലോകത്തിന്റെ അന്ധകാരങ്ങളോട്, ಈ ಲೋಕದ ಅಂಧಕಾರ ಶಕ್ತಿಗಳೊಂದಿಗೆ, ലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടത്ര, ಪರಲೋಕದಲ್ಲಿರುವ ದುಷ್ಟಾತ್ಮ ಸೇನೆಗಳೊಂದಿಗೆ അവനോടാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് പോരാട്ടമുള്ളത്. ಈ ರಾತ್ರಿ ಅವರೊಂದಿಗೆ ನಮಗೆ ಹೋರಾಟ ಇದೆ. സഹോദരിമാരെ, സഹോദരന്മാരെ, ಸಹೋದರ ಸಹೋದರಿ ಎಂದರೆ, നിങ്ങൾ യുദ്ധം ചെയ്താലും ശരി, യുദ്ധം ചെയ്തില്ലെങ്കിലും ശരി, ನೀವು ಯುದ್ಧ ಮಾಡಿದ್ರೇನು ಸರಿ, ಯುದ್ಧ ಮಾಡಿಲ್ಲ നാം ಅಂದ್ರೆ ಸರಿ, ജീവിക്കുന്നത് ഒരു ആത്മയുദ്ധത്തിലാണെന്നുള്ള കാര്യം മറന്നു ನಾವು പോകരുത്. ಜೀವಿಸುವಂತದ್ದು ಒಂದು ಆತ್ಮ ಯುದ್ಧದಲ್ಲಿ ಇದೆ. 70 വർഷമോ 100 വർഷമോ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നാൽ 70 ವರ್ಷ ಇಲ್ಲಾಂದ್ರೆ 100 ವರ್ಷ ನಾವು ಇದ್ರೆ, ഞാനും നിങ്ങളും ഒരു പോരാട്ടത്തിലാണ് ജീവിക്കുന്നത്. ನಾವೊಂದು ಹೋರಾಟ ಮಧ್ಯದಲ್ಲಿ ಜೀವಿಸ್ತಾ ಇದೆ. ആരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്? ಯಾರೊಂದಿಗೆ ಹೋರಾಟ ಇದೆ? അതുകൊണ്ട് ബൈബിൾ പറയുന്നത് പിശാചിനോടും അവന്റെ സംഘടിത ശക്തികളോടുമാണ് നമുക്ക് യുദ്ധമുള്ളത്. ಆಮೇಲೆ ಸೈತಾನನೊಂದಿಗೆ ಅವರ ಸಂಘ ಶಕ್ತಿಗಳೊಂದಿಗೆ ನಾವು ಹೋರಾಟ ಇದೆ. ക്രിസ്തുവിന്റെ പടക്കളത്തിൽ നിന്നുകൊണ്ട് ನಾವು ಕ್ರಿಸ್ತನ ಯುದ್ಧದ ಸೈನ್ಯದಲ್ಲಿ ನಿಂತುಕೊಂಡು പിശാചിനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുന്നവരാണ് ഞാൻ എന്ന്. ಆಮೇಲೆ ಸೈತಾನನೊಂದಿಗೆ ಅವರ ಸೈನ್ಯಗಳೊಂದಿಗೆ ಯುದ್ಧ ಮಾಡುವಂತವರಾಗಿದೆ. ഇന്ന് രാത്രിയിൽ ആ രഹസ്യം അറിയാതെ പോകരുത്. ಈ ರಹಸ್ಯವನ್ನು ಗೊತ್ತಿಲ್ಲದೆ ಹೋಗಬಾರದು. ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ನಾವು ಕರವನ್ನು ಎತ್ತಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. ಹಲ್ಲೆಲೂಯ. അതുകൊണ്ട് നമ്മൾ പടക്കുതിരകളാണ്. ಆದ್ದರಿಂದ ನಾವು ಸೇನೆಗಳಲ್ಲಿರುವಂತ ಕುದುರೆಗಳಾಗಿದೆ. നമ്മൾ പടക്കുതിരകളാണെങ്കിൽ നമ്മൾ എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ನಾವು ಕುದುರೆಗಳಂತೆ ಇರುವುದಾದ್ರೆ ಹೇಗೆ ಯುದ್ಧ ಮಾಡಬೇಕು? വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ മാത്രം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ಆ ಕಾರ್ಯಗಳನ್ನು ಮಾತ್ರ ಓದಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. യോബിന്റെ പുസ്തകം എടുക്കാം, 39 അധ്യായത്തിന്റെ ಆಮೇಲೆ ಯೋಬನ ಪುಸ್ತಕ 39ನೇ ಅಧ್ಯಾಯ 19 വാക്യം മുതൽ നമുക്ക് വായിക്കാം. 19ನೇ ವಾಕ್ಯದಿಂದ ನಾವು ಓದೋಣ. ಯೋಬನ ಪುಸ್ತಕ 39ನೇ ಅಧ್ಯಾಯ 19ನೇ ವಾಕ್ಯ. ആ യഹോവയായ ദൈവം ഇയ്യോബിനോട് ഒരു പടക്കുതിരയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ಆಮೇಲೆ ಸೇನಾಧೀಶರನಾದ ಕರ್ತನು ಯೋಬನೊಂದಿಗೆ ಒಂದು ಕುದುರೆಯ ವಿಷಯವಾಗಿ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുന്നു. ಆ ಕುದುರೆಯ ವಿಶೇಷವಾದಿರುವ ಕಾರ್ಯಗಳನ್ನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്നു, കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്? ಆಮೇಲೆ ಕುದುರೆಗೆ ನೀನೇ ಶಕ್ತಿ ಕೊಟ್ಟಿರುವುದೋ? അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത്? ಅದರ ಕತ್ತಿನಲ್ಲಿ ಆಮೇಲೆ ಸ್ತೋತ್ರ ಕುದುರೆಗಳನ್ನು ನೀವು ಇಟ್ಟಿದೆಯೋ? അതിനെ വെട്ടുക്കിളിയെ പോലെ ചാഞ്ചാടിക്കാം. ಆಮೇಲೆ ಬೆಟ್ಟುಕಿಳಿ ಅಂದ್ರೆ ನೀವು ಅದನ್ನು ಸ್ತೋತ್ರ ಆಮೇಲೆ ಅಲ್ಲಾಡಿಸಬಹುದಾ? അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. ಅದರದ ಮಹಿಮೆ ಭಯಂಕರವಾಗಿದೆ. അടുത്ത വാക്യത്തിൽ പറയുന്നു, അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. ಅದರ ಕೆಳಗಡೆ ಓದುವಂತ ಕಾರ್ಯ ಹೀಗೆ ರೀತಿಯಾಗಿದೆ. ಅದೇ ഒരു പടക്കുതിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ಒಂದು ಕುದುರೆಯಿಂದ ಆಮೇಲೆ ವಿಶೇಷವಾಗಿರುವಂತ ಕಾರ್ಯ, അത് ತಾഴ്ವരയിൽ മാന്തി ഊക്കോടെ ಉಲ್ಲಸಿക്കുന്നു. ಆಮೇಲೆ ಸ್ತೋತ್ರ ಅದು ಕೆಳಗಿನಂತ ಭಾಗದಲ್ಲಿ ಆಮೇಲೆ ಅದು ಓಡಾಡ್ತಾ ಇರ್ತದೆ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ನಾವು ಕೈ ಎತ್ತಿ ಒಂದು ಹಲ್ಲೆಲೂಯಾ ಹೇಳೋಣ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ನಾವು ಜೋರಾಗಿ ಒಂದು ಹಲ್ಲೆಲೂಯಾ ಹೇಳಿ. താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്ന ഒരു പടക്കുതിര. ಆಮೇಲೆ ಅದು ಕೆಳಗಿಂದ ಭಾಗದಲ್ಲಿ ಅದು ಚಲಿಸುತ್ತಾ ಇರುತ್ತದೆ. ഇതൊരു താഴ്വരയിൽ ഒരു യുദ്ധത്തിലാണ്. ಆಮೇಲೆ ಇದೊಂದು ಯುದ್ಧದಲ್ಲಿ ಇದ್ದಾರೆ. യുദ്ധം ചെയ്ത് ക്ഷീണിക്കുമ്പോൾ, ಅದು ಯುದ್ಧ ಮಾಡಿ ಅದು ಸೋಲು ಹೊಂದುವಾಗ, ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചാൽ, ಹೇಗಾದ್ರೂ ಓಡಿ ಹೋಗೋಣ ಅಂತ ಅದನ್ನು ತೀರ್ಮಾನ ಮಾಡುವಾಗ, അങ്ങനെ തീരുമാനിച്ചാൽ സാധ്യമല്ല. ಆ ರೀತಿಯಲ್ಲಿ ತೀರ್ಮಾನ ಮಾಡಿದ್ರೆ ಸಾಧ್ಯವಿಲ್ಲ. ഇത് നിൽക്കുന്നത് ഒരു താഴ്വരയിലാണ്. ಯಾಕಂದ್ರೆ ಅದು ಇರುವಂತದೊಂದು ಕೆಳಗಡೆ ಆಗಿರುವಂತ ಯುದ್ಧದಲ್ಲಿ ಆಗಿದೆ. എങ്ങോട്ട് നോക്കിയാലും രക്ഷപ്പെടാൻ കഴിയാത്തത്. ಎಲ್ಲಿಗೆ ನೋಡಿದ್ರೇನು ಓಡಿ ಹೋಗೋದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. പർവ്വതങ്ങളാലും കുന്നുകളാലും ചുറ്റപ്പെട്ട ഒരു താഴ്വര. ಪರ್ವತದೊಂದಿಗೆ ಆಮೇಲೆ ಬೆಟ್ಟಗಳೊಂದಿಗೆ ಅದು ಸುತ್ತಲಿರುವಂತದ್ದಾಗಿದೆ. പർവ്വതങ്ങൾ. ಆಮೇಲೆ ಬಲಗಡೆ ನೋಡಿದ್ರೆ ಪರ್ವತ, നോക്കിയാൽ പർവ്വതങ്ങൾ. ಎಡಗಡೆ ನೋಡಿದ್ರೆ ಪರ್ವತ, പുറകിലോട്ട് നോക്കിയാൽ പർവ്വതങ്ങൾ. ಆಮೇಲೆ ಹಿಂದುಗಡೆ ನೋಡಿದ್ರೆ ಪರ್ವತ. ഇനി മുമ്പിലേക്ക് നോക്കിയാൽ ഏത് സമയവും തകർക്കാൻ കടന്നു വരുന്ന ശത്രുവിനെയും അവന്റെ ആയുധത്തെയുമാണ് കാണുന്നത്. ಮುಂದುಗಡೆ ನೋಡುವುದರ ಯಾವ
ಯಾವ ಸಮಯದಲ್ಲೂ ನಮ್ಮನ್ನು ನಾಶಪಡಿಸುವುದಕ್ಕೆ ಬರುವಂತ ಶಕ್ತಿಯಾಗಿದೆ. അതുപോലെ യുദ്ധ സമാനമായ പ്രതിസന്ധികളിൽ ജീവിക്കുന്ന പലരും ഇന്ന് രാത്രിയിൽ ഇതിന്റെ നടുവിലുണ്ട്. ಅದೇ ರೀತಿಯಲ್ಲಿ ಆಮೆನ್ ಜೀವಿಸುವಂತ ಆಮೆನ್ ಸನ್ನಿವೇಶದಲ್ಲಿ ಜೀವಿಸುವಂತವರು ಇಲ್ಲಿ ಇದ್ದಾರೆ. ഇങ്ങേ സൈഡിലേക്ക് നോക്കിയാൽ കടഭാരം ഒരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നു. ಆಮೆನ್ ಈ ಕಡೆ ನೋಡಿದರೆ ಸಾಲ ತೊಂದರೆಯನ್ನು ನೋಡ್ತಾ ಇದ್ದಾರೆ. ഇങ്ങോട്ട് നോക്കിയാൽ മക്കളുടെ ഭാവി ഒരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നു. എടകಡೆ ನೋಡುವಾದ್ರೆ ಮಕ್ಕಳ ಭವಿಷ್ಯವಾಗಿ പുറകോട്ട് നോക്കിയാൽ രോഗമെന്ന് പറയുന്ന ഒരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നു. ನಾವು ಹಿಂದುಗಡೆ ನೋಡುವುದಾದ್ರೆ ಲೋಕ ಒಂದು ಪರ್ವತ ರೀತಿಯಲ್ಲಿ ನಿಂತಿದ್ದಾರೆ. എങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിയാതെ പ്രതിസന്ധികളാകുന്ന പർവ്വതങ്ങളുടെ നടുവിൽ നിൽക്കുന്ന പലരും ഇന്ന് രാത്രിയിൽ ഇതിന്റെ നടുവിലുണ്ട്. ಆಮೇನ್ ಎಲ್ಲಿ ನೋಡಿದ್ರೇನು ಪರ್ವತ ಸಮಾನವಾಗಿರುವಂತ ಸನ್ನಿವೇಶದ ಮಧ್ಯದಲ್ಲಿ ನಿಂತಿರುವವರು ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്. ബൈബിൾ ಹೇಳ್ತಾ ಇರೋ ರೀತಿಯಾಗಿದೆ. പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വരയിലാണ് ഈ പടക്കുതിര നിൽക്കുന്നത്. ಆಮೇನ್ ಸ್ತೋತ್ರ. ಪ್ರತಿಕೂಲವಾಗಿರುವಂತ ಸನ್ನಿವೇಶದಲ್ಲಿ ಇರುವುದಾದ್ರೆ പക്ഷെ അയ്യോ ഞാൻ ഇറങ്ങി തിരിച്ചത് പോലും കഷ്ടമായി പോയി എന്ന് പറഞ്ഞു. ಅಯ್ಯೋ ನಾನು ಇಳಿದು ಬಂದಿದೆ, ಕಷ್ಟಕ್ಕಾಗಿ ಬಂದಿದೆ ಅಲ್ಲ, ഈ യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെടണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ಅಯ್ಯೋ ಈ ಯುದ್ಧಕ್ಕಾಗಿ ನಾನು ಬರಬಾರದಾಗಿತ್ತು. നിലവിളിക്കുന്ന ಆಮೇನ್ ಹತ್ತುಕೊಳ್ಳುವಂತ, ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന, ಓಡಿ ಹೋಗೋದಕ್ಕೆ ಇಷ್ಟಪಡುವ കുതിരയല്ല നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ಆಮೇನ್ ಆ ರೀತಿಯಲ್ಲಿರುವ ಕುದುರೆ ಅಲ್ಲದೆ സന്തോഷിക്കുന്ന ഒരു പടക്കുതിര. ಆಮೇನ್ ಯಾವಾಗಲೂ ಸಂತೋಷಿಸುವಂತ ಕುದುರೆಯಾಗಿದೆ. രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ಇವತ್ತು ರಾತ್ರಿ ನಮ್ಮನ್ನು ಕೇಳುವಂತವರೇ, 100 കൂട്ടം പ്രശ്നങ്ങൾ പിശാച് നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടാൽ, 100 ಸಮಸ್ಯೆಗಳು ನಿಮ್ಮ ಮುಂದೆ ಕೊಂಡು ಬಂದ್ರೇನು, 100 കൂട്ടം പ്രതിസന്ധിയുടെ മുമ്പിലാണ് ഒരുപക്ഷെ നീ ഇന്ന് രാത്രിയിലുമായിരിക്കുന്നത്. 100 ಪ್ರತಿಕೂಲ ಮಧ್ಯದಲ್ಲಿ ಇರುವುದಾದ್ರೆ അതിന്റെ നടുവിൽ നീ തകർന്നു പോകാനാണ് പിശാച് പല പ്രതിസന്ധികളും നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്നിട്ടത്. ಆಮೇನ್ ಅದರಲ್ಲಿ ನೀವು ನಾಶವಾಗಿ ಹೋಗಬೇಕು ಅಂತ ಸೈತಾನನು ಈ ಪ್ರತಿಸಂಧಿಗಳು ಕೊಂಡು ಬಂದಿದ್ದಾರೆ. ദൈവജനത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. ಆಮೇನ್ ದೇವರ ಮಕ್ಕಳಿಗೆ ಮಾತ್ರ ಇರುವಂತ ಸವಿಶೇಷತೆ ಇದೆ. ഏത് പ്രതിസന്ധിയിലും സന്തോഷിപ്പാൻ അവൻ നമുക്ക് കൃപ നൽകി തന്നിട്ടുണ്ട്. ಯಾವ ಸನ್ನಿವೇಶದಲ್ಲಿ ಸಂತೋಷಿಸುವಂತವರೇ ದೇವರ ಮಕ್ಕಳಾಗಿದೆ. എങ്ങനെയാ നമുക്ക് പ്രതിസന്ധിയിൽ സന്തോഷിക്കാൻ കഴിയുക? ಯಾವ ಪ್ರತಿಕೂಲ ಸಾಗರದಲ್ಲಿ ಹೇಗೆ ನಾವು ಸಂತೋಷವಾಗಿರೋದು? പ്രതിസന്ധികളിൽ സന്തോഷിക്കണമെങ്കിൽ എല്ലാ നേരവും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. ಪ್ರತಿಕೂಲ ಸನ್ನಿವೇಶದಲ್ಲಿ ನಾವು ಸಂತೋಷಿಸಬೇಕಾದ್ರೆ ಯಾವಾಗಲೂ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ವಾಸ ಮಾಡಬೇಕು. യേശുവിനോട് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ಯೇಸುವಿನೊಂದಿಗೆ ಜೀವಿಸುವಂತವರಾಗಿದ್ದೀರಾ? സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಜೀವಿಸುವವರಾಗಿದ್ದೀರಾ? പ്രതിസന്ധിയിലും നിങ്ങൾക്ക് തളരാതെ മുമ്പോട്ട് പോകാൻ കഴിയും. ಯಾವ ಸನ್ನಿವೇಶದಲ್ಲಿ ನೀವು ಸೋಲಾಗದರೆ ನೀವು ಹೋಗಬಹುದು. പോകുന്ന കടലിൽ മുങ്ങാൻ പോകുന്ന പടകിന് സമാനമായിരിക്കാം ഒരിക്കൽ ജീവിതമായിരിക്കുന്നത്. ಆಮೇಲೆ ಮುಳುಗಿ ಹೋಗುವಂತ ಒಂದು ಹಡಗಿನಂತೆ ನಿಮ್ಮ ಜೀವಿತ ಇರಬಹುದು. കാറ്റുകളും കോളുകളും തിരമാലകളും ഇപ്പോൾ നിന്റെ പടകിനെ മുക്കിക്കളയുമെന്ന് ഒരുപക്ഷെ വെല്ലുവിളിക്കുന്നുണ്ടാകാം. ಆಮೇಲೆ ಗಾಳಿ ಬಿರುಗಾಳಿಯು ಆಮೇಲೆ ತೆರಮಾಲೆಗಳು ನಿಮ್ಮನ್ನು ಆಮೇಲೆ ಸವಾಲಾಕುತ್ತಾರೆ. പക്ഷെ നിന്റെ പടകിൽ യേശുവുണ്ടോ? ಆದರೆ ನಿಮ್ಮ ಹಡಗಿನಲ್ಲಿ ಯೇಸು നിന്റെ ಇದೆಯಾ? പടക് മുങ്ങാൻ ദൈവം സമ്മതിക്കുകയില്ല. ನಿಮ್ಮ ಹಡಗು ನೀರಿನಲ್ಲಿ ಮುಳುಗೋದಕ್ಕೆ ದೇವರು ಬಿಡುವುದಿಲ್ಲ. ಆಮೇನ್ കാറ്റേ അടങ്ങ്. ಆಮೇನ್ ಗಾಳಿಯೇ ಬಿರುಗಾಳಿ ನಿಲ್ಲು. ശാന്തമാകുന്നു പറഞ്ഞു. ಆಮೇನ್ ಸಮುದ್ರವೇ ಶಾಂತವಾಗು. കടന്നു വരുന്ന കാറ്റിനെ ശാസിക്കാൻ ഇന്ന് രാത്രി നിന്റെ പടകിൽ യേശു എഴുന്നേറ്റിരിക്കും. ನಿನಗೆ ವಿರೋಧವಾಗಿ ಬರುವಂತ ಬಿರುಗಾಳಿಯನ್ನು ನಿಲ್ಲಿಸುವುದಕ್ಕೆ ನಿಮ್ಮ ಹಡಗಿನಲ್ಲಿ ಯೇಸು ಇದ್ದಾರೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരവെത്തി ಒಂದು ഹല്ലേലൂയ ಹೇಳಿ. ശബ്ദം ഉയർത്തി കർത്താവിനെ ಶಬ್ದ സ്തുതിച്ചാട്ടെ. ಎತ್ತಿ ಹಲ್ಲೆಲೂಯ ಮಾಡೋಣ. ഇന്ന് രാത്രിയിൽ ചില പടകൾക്ക് നേരെ, ചില കുടുംബത്തിന് നേരെ പിശാച് അയക്കുന്ന കാറ്റുകളെയും കോളിനെയും ശാസിക്കാൻ എന്റെ ദൈവം ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബത്തിൽ എഴുന്നേൽക്കുവാൻ പോകുകയാണ്. ನೋಡಿ, ನಿಮಗೆ ವಿರೋಧವಾಗಿ ಬರುವಂತ ಬಿರುಗಾಳಿಯನ್ನು ಅದು ಶಾಸನೆ ಮಾಡೋದಕ್ಕೆ ಯೇಸು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಎದ್ದು ಬಂದಿದ್ದಾರೆ. എത്ര ശ്രമിച്ചിട്ടും ആമേൻ തീരാത്തതുപോലെ ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ മറ്റൊരു പ്രതിസന്ധി എന്നതുപോലെ ആമേൻ പ്രതിസന്ധികൾ ഒരു നിഴല് പോലെ നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, ಆಮೇಲೆ ಒಂದು ಸಮಸ್ಯೆಯನ್ನು ಬಿಟ್ಟು ಇನ್ನೊಂದು ಸಮಸ್ಯೆ ಇದೇ ರೀತಿಯಲ್ಲಿ ನಿಮ್ಮ ಕುಟುಂಬಕ್ಕೆ ವಿರೋಧವಾಗಿ ಸಮಸ್ಯೆಗಳು ಬರುವಾಗ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ആമേൻ കാറ്റിനെ ശാസിക്കാൻ കഴിയുന്ന ഒരുവൻ നിന്റെ പടകിലുണ്ട്. ഈ രാത്രിയിൽ എന്റെ കർത്താവ് നിന്റെ പടകിൽ എഴുന്നേൽക്കുവാൻ പോകുന്നു. ಆಮೇಲೆ ಬಿರುಗಾಳಿಯನ್ನು ಶಾಸಿಸಿ ಶಾಂತ ಮಾಡುವಂತ ಯೇಸು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾರೆ. ಆತನದನ್ನು ಮಾಡುತ್ತಾರೆ. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ನಂಬುವವರು ಕೈ ಎತ್ತಿ ഹല്ലേലൂയ ಹೇಳಿ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശബ്ദವಾಗಿ ഹല്ലേലൂയ ಹೇಳೋಣ. വർഷങ്ങളായി ചില കുടുംബങ്ങൾക്ക് നേരെ പോരടിക്കുന്ന പൈശാചിക വെല്ലുവിളികളെ തകർക്കാൻ ഇന്ന് രാത്രിയിൽ എന്റെ യേശു ഈ രാത്രിയിൽ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ಅನೇಕ ಕಾಲಗಳಾಗಿ ನಿಮ್ಮ ಕುಟುಂಬಕ್ಕೆ ವಿರೋಧವಾಗಿ ಬರುವಂತ ಶಕ್ತಿಗಳನ್ನು ಶಾಸನೆ ಮಾಡುವಂತ ಯೇಸು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾರೆ. വർഷങ്ങളായി നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിക്കുന്ന ചില കാറ്റുകളെ ശാസിക്കാൻ ഈ രാത്രിയിൽ യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ಅನೇಕ ವರ್ಷಗಳಾಗಿ ನಿಮ್ಮ ಕುಟುಂಬಕ್ಕೆ ವಿರೋಧವಾಗಿ ಬರುವಂತ ಬಿರುಗಾಳಿಯನ್ನು ಶಾಸನೆ ಮಾಡುವಂತ ಯೇಸು
ಯೇಸು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾರೆ. എന്റെ ദൈവം പറയുന്നു, നാളുകളായി നീ നിലവിളിക്കുന്ന ചില നിലവിളികൾക്ക് ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം വിരാമം കൽപ്പിക്കാൻ പോകുകയാണ്. ಅನೇಕ ದಿನಗಳಾಗಿ ಹತ್ತುಕೊಳ್ಳುವ ವಿಷಯದಲ್ಲಿ ದೇವರು ಇವತ್ತು ಒಂದು ಬಿಡುಗಡೆ ಕೊಡುತ್ತಾರೆ. ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ಶಬ್ದ ಎತ್ತಿ ಒಂದು ಹಲ್ಲೆಲೂಯಾ ಹೇಳೋಣ. മനുഷ്യരിൽ നീ ആശ്രയിച്ചു. ಯಾಕಂದ್ರೆ ಮನುಷ್ಯರಲ್ಲಿ ಆಶ್ರಯಿಸಿಕೊಂಡು നിന്റെ പ്രതിസന്ധികൾക്ക് മാറ്റമുണ്ടായില്ല. ನಿಮ್ಮ ಪ್ರತಿಕೂಲಕ್ಕೆ ಯಾವ ಬದಲಾವಣೆ ಇಲ್ಲ. ഒരുപാട് വ്യക്തികളിൽ നീ ആശ്രയിച്ചു. ಅನೇಕ ವ್ಯಕ್ತಿಗಳಲ್ಲಿ നിന്റെ ಆಶ್ರಯಿಸಿಕೊಂಡು പ്രതിസന്ധികൾക്ക് മാറ്റമുണ്ടായില്ല. ನಿಮ್ಮ ಪ್ರತಿಕೂಲಕ್ಕೆ ಯಾವ ഒരുപാട് ಬದಲಾವಣೆ നീ നിലവിളിച്ചു. ಅನೇಕ ಸಮಯ ನೀವು ಕಾತುಕೊಂಡ್ರು. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ಈ ರಾತ್ರಿ ಯೇಸು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ആരും കാണാതെ നീ കരഞ്ഞ നിന്റെ കണ്ണുനീരിന് അറിവ് വരുത്തുവാൻ ഇന്ന് രാത്രി യേശു ഈ യോഗത്തിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲದೆ ಹತ್ತಿರುವಂತ ಆ ಕಣ್ಣೀರನ್ನು ಒರೆಸುವುದಕ್ಕೆ ಯೇಸು ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ. കരങ്ങളെ അടിച്ച് ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ಚಪ್ಪಾಳೆ ಹೊಡೆದು ದೇವರ ನಾಮವನ್ನು ಮಹಿಮೆ ചിലരുടെ പടകിൽ യേശു ഇന്ന് രാത്രി എഴുന്നേൽക്കുകയാണ്. ಆಮೆನ್. ಅನೇಕರ ಹಡಗಿನಲ್ಲಿ ಯೇಸು ಎದ್ದೇಳುತ್ತಾರೆ. നിന്റെ പടകിൽ യേശു ഇന്ന് രാത്രി എഴുന്നേൽക്കുകയാണ്. ಅನೇಕರ ಹಡಗಿನಲ್ಲಿ ಯೇಸು ಎದ್ದೇಳುತ್ತಾರೆ. നിന്റെ കുടുംബത്തിൽ ഇന്ന് രാത്രി യേശു എഴുന്നേൽക്കുകയാണ്. ನಿಮ್ಮ ಕುಟುಂಬದಲ್ಲಿ ಯೇಸು ಎದ್ದು ಬಿಡ್ತಾರೆ. മനുഷ്യനും പിശാചും ഒരുപോലെ ಸ್ವಾಮಿ, ಮನುಷ್ಯರು ಸೈತಾನನು ಒಂದೇ ರೀತಿ. നീ തകരുന്നത് കാണാൻ കാത്തിരിക്കുമ്പോ ನೀನು ಅಳುವುದಕ್ಕೆ ನೋಡೋದಕ್ಕೆ ഇന്ന് രാത്രി യേശു പറയുന്നു, ಈ ರಾತ್ರಿ ಯೇಸು ಹೇಳ್ತಾ ഒരു ಇದ್ದಾರೆ, പ്രതിസന്ധിക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കുകയില്ല. ಯಾವ ಪ್ರತಿಕೂಲಕ್ಕೂ ನಿನ್ನನ್ನು ഒരു ಬಿಟ್ಟುಕೊಡುವುದಿಲ್ಲ. പ്രതിസന്ധികൾക്ക് ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ಯಾವ ಪ್ರತಿಕೂಲಕ್ಕೂ ನಿಮ್ಮನ್ನು ഒരു ಬಿಟ್ಟುಕೊಡುವುದಿಲ್ಲ. ശാപത്തിന് ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ಯಾವ ಶಾಪಕ್ಕೂ ನಿಮ್ಮನ್ನು ഒരു ಬಿಟ್ಟುಕೊಡುವುದಿಲ್ಲ. മന്ത്രവാദത്തിന് ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ಯಾವ ಶತ್ರುವಿನ ಕೈಯಲ್ಲಿ ഇന്ന് രാത്രി ನಿನ್ನನ್ನು ಬಿಟ್ಟುಕೊಡುವುದಿಲ್ಲ. എഴുന്നേൽക്കുന്നവൻ നിന്റെ പടകിൽ എഴുന്നേൽക്കുകയാണ്. ಯೇಸು ನಿಮ್ಮ ಹಡಗಿನಲ್ಲಿ ಎದ್ದು ಬರುತ್ತಾರೆ. ശാപാധാര, ധബാരിയ, കരങ്ങളടിച്ച് ಚಪ್ಪಾಳೆ ಹೊಡೆದು ದೇವರನ್ನು ನಾಮ. ശബ്ദം ഉയർത്തി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക. ಶಬ್ದ ಎತ್ತಿ ಆತ್ಮನಲ್ಲಿ ದೇವರನ್ನು എന്റെ ദൈവം ಕೊಂಡಾಡಿ. എന്നേക്കുമായി ചിലതിന് വിരാമമിടുകയാണെന്ന് രാത്രി. ಅನೇಕ ಕಾರ್ಯಗಳಿಗೆ ಇವತ್ತು ಆಮೇಲೆ ಕುಷ್ಠಪ ಆಗುತ್ತದೆ. നമ്മളെ അടിക്കുന്നവർ നന്നായി കരമടിച്ച് ಚೆನ್ನಾಗಿ ಚಪ್ಪಾಳೆ ಹೊಡೆಯಿರಿ. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക. ಆತ್ಮದಲ್ಲಿ ದೇವರನ್ನು ശബ്ദം ಸ್ತುತಿಸಿ. ഉയർത്തി അല്പനേരം ദൈവത്തെ ಶಬ್ದ സ്തുതിക്കുക. ಎತ್ತಿ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ಹಲ್ಲೆಲೂಯಾ ಹಲ್ಲೆಲೂಯಾ. ರಬಲ ಮಧುರ ಬಲ ಮಧುರ ಬಲ ಜುಡ ಬಲ ಮಧುರ ಮನ ಗಡಗ ದುರ ಬಲ ಬರಬ ಲೇಬರ ಬಲ ಮಧುರ ಮನ ಗಡಗ ದುರಬ ಅಂದಲ್ ಗಮನ ಗಡಗ ದುರ ಬಲ ಲೇಬರ ಬಲ ಮಧುರ ಬರಬ. ಚೆನ್ನಾಗಿ ಚಪ್ಪಾಳೆ ಹೊಡಿರಿ, ಚಪ್ಪಾಳೆ ಹೊಡಿರಿ. ಲೇಬರ ಬಲ ದುರ ಬಲ ಬಡ ಬಡಬ ದೋರ ಮಧುರ ಗಡಗಲ ಮಧುರ ಮನಗ. ಹಲ್ಲೆಲೂಯಾ ಹಲ್ಲೆಲೂಯಾ. ಲಬದುರ ಮನ ಗಡಗ ದುರ ಬೈಡಲ ರಬಲ ಮನ ಅಲ್ಕನ ದುರ ಬಲ ಗಡಗ ದುರ ಮನ ಗದುರ ಬಲ ಲೇಬರ ಬದುರ ಬಲ ಮಧುರ ಮನ ಗಡಗ ದುರ ಬ ಅಲ್ಕನ ದರ ಬಲ್ಕನ ಬರ ಗಡಗ ದುರ ಬಲ ಬರಬ ಲೇಬರ ದುರ ಗಡಗ ಜಲ ರೆ ಬಲ್ಕ ಮನ ಗಡಗ ಬ. ഹല്ലേലൂയ. ഒരു പടക്കുതിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഒരു പടക്കുതിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ಒಂದು ಕುದುರೆಯ ಯುದ್ಧದಲ್ಲಿರುವಂತ ಕುದುರೆಯ ವಿಶೇಷವಾಗಿರುವಂತ ಕಾರ್ಯ, അത് യുദ്ധക്കളത്തിലാണ്. ಅದು ಯುದ್ಧವನ್ನು ಮಾಡುವಂತ ಸ್ಥಳದಲ್ಲಿದೆ. എങ്കിലും അത് സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. ಯಾಕೆ ಯಾವಾಗಲೂ ಅದು ಸಂತೋಷದಲ್ಲಿ ಇರ್ತದೆ. വചനം പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ಯಾವಾಗಲೂ ಕರ್ತನಲ್ಲಿ ಸಂತೋಷಿಸಿರಿ ಸಂತೋಷಿಸಿರಿ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ಕರ್ತನಲ್ಲಿ ಯಾವಾಗಲೂ ಸಂತೋಷವಾಗಿರಿ. സഹോദരി, ഇന്ന് നീ പ്രതിസന്ധിയിലായിരിക്കും. ಸಹೋದರಿ, ನೀವತ್ತು ಅಲ್ಲಿ ಪ್ರತಿಕೂಲದಲ್ಲಿ ಇರಬಹುದು. സഹോദര, ഇന്ന് നീ പ്രശ്നത്തിലായിരിക്കാം. ಸಹೋದರ, ನೀವು ಸಮಸ್ಯೆಯಲ್ಲಿ ಇರಬಹುದು. പക്ഷെ നീ സന്തോഷിച്ചുകൊണ്ടേയിരിക്കുക. ನೀನು ಕರ್ತನಲ್ಲಿ ಸಂತೋಷಿಸುತ್ತಾ ಇರಬೇಕು. സന്തോഷം കുറഞ്ഞു പോകരുത്. ನಿಮ್ಮ ಸಂತೋಷ ಕಡಿಮೆಯಾಗಬಾರದು. നിന്ന് വരുന്ന സന്തോഷത്തിന് നിന്റെ പ്രതിസന്ധിയെ തകർക്കാൻ ശക്തിയുണ്ട്. ನಿಮ್ಮ ಒಳಗಡೆಯಿಂದ ಹೊರಟಿ ಬರುವಂತ ಸಂತೋಷಕ್ಕೆ ನಿಮ್ಮ ಪ್ರತಿಕೂಲವನ್ನು ಹೊಡೆದುವಂತ ಶಕ್ತಿ ಇದೆ. ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. ಕರವೆತ್ತಿ ಒಂದು ಹಲ್ಲೆಲೂಯಾ ಹೇಳಿ. പടക്കുതിരയുടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പറയാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നു. ಆಮೆನ್. ಸ್ತೋತ್ರ. ಕುದುರೆ ವಿಷಯವಾಗಿ ಅನೇಕ ಕಾರ್ಯಗಳು ಹೇಳೋದಕ್ಕಿಂತ ಇವಾಗ ಸಮಯವಿಲ್ಲ. ഒറ്റ കാര്യം മനസ്സിലാക്കുക. ಒಂದೇ ಒಂದು ಕಾರ್ಯ ನಮಗೆ ಗೊತ್ತಾಗಬೇಕು. പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ യേശു നമ്മുടെ പടകിൽ എല്ലായ്പ്പോഴും. ನೋಡಿ, ಪ್ರತಿಕೂಲಗಳ ಮಧ್ಯದಲ್ಲಿ ನಾವು ಯಾವಾಗಲೂ ಸಂತೋಷ ಇರಬೇಕು ಅಂತಂದ್ರೆ ಯೇಸುವಿನ ಸನ್ನಿಧಾನದಲ್ಲಿ ನಾವು ಆ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ವಾಸ ಮಾಡಬೇಕು. ക്രിസ്തു വീടിന്റെ നായകൻ എന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ಕ್ರಿಸ್ತು ಮನೆಯ ನಾಯಕನೆಂದು ಬೋರ್ಡ್ ಹಾಕಿದರೆ ಏನ್ ಕಾರ್ಯವಿಲ್ಲ. പടകിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ಹಡಗಿನಲ್ಲಿ ಯೇಸು ಇದೆ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಏನ್ ಪ್ರಯೋಜನ ಇಲ್ಲ. ബൈബിൾ പറയുന്നു, യേശു കർത്താവ് പടകിൽ ഉറങ്ങിയിരുന്നപ്പോഴാ പടകിൽ നിന്ന് നിലവിളി ഉയർന്നത്. ನೋಡ್ರಿ, ವಾಕ್ಯ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಬೈಬಲ್ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಯೇಸು ಹಡಗಿನಲ್ಲಿ ನಿದ್ದೆ ಮಾಡುತ್ತಾ ಇರುವಾಗಲೇ ಆ ಹಡಗಿನಿಂದ ಆಮೇಲೆ ಅಳುತ್ತಾ ಇದ್ರು. നിന്റെ കുടുംബത്തിൽ യേശു ഉറങ്ങാതെ ഇരിക്കട്ടെ. ಆಮೇಲೆ ನಿಮ್ಮ ಕುಟುಂಬದಲ್ಲಿ ಯೇಸು ನಿದ್ದೆ ಮಾಡದೇ ಇರಲಿ. ವ್ಯಕ್ತಿപരമായ ജീവിതത്തിൽ യേശു ഉറങ്ങാതെ ഇരിക്കട്ടെ. ನಿಮ್ಮ ವ್ಯಕ್ತಿಪರವಾಗಿರುವ ಜೀವನದಲ್ಲಿ ಯೇಸು ನಿದ್ದೆ ಮಾಡದೇ ಇರಲಿ. നിന്റെ ഭവനത്തിൽ യേശു ഉറങ്ങാതെ
ഉറങ്ങിപ്പോകാതിരിക്കട്ടെ. ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಯೇಸು ನಿದ್ದೆ ಮಾಡದೇ ಇರಲಿ. യേശു ഉറങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ആരാധനയുടെ ശബ്ദം കേട്ട് യേശു എഴുന്നേൽക്കണം. ನೋಡ್ರಿ, ಯೇಸು ನಿದ್ದೆ ಮಾಡದೇ ಇರಬೇಕಂದ್ರೆ ಯಾವಾಗಲೂ ಆರಾಧನೆ ಶಬ್ದದಲ್ಲಿ ಇರಬೇಕು. പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് യേശു എഴുന്നേൽക്കണം. ನಮ್ಮ ಪ್ರಾರ್ಥನೆ ಶಬ್ದನ ಕೇಳಿ ಯೇಸು ಎದ್ದೇಳಬೇಕು. ഉറങ്ങിപ്പോകാത്ത യേശുവാണോ പ്രതിസന്ധി വരുമ്പോൾ തൽസമയം കർത്താവ് എഴുന്നേൽക്കും. ನೋಡ್ರಿ, ಆಮೇಲೆ ನಿದ್ದೆ ಮಾಡದೇ ಇರುವಂತ ಯೇಸು ಆದ್ರೆ ಆಮೇಲೆ ನಿಮಗೆ ಸಮಸ್ಯೆ ಬರುವಾಗ ಎದ್ದು ಬರುತ್ತದೆ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ಕರವೆತ್ತಿ ಒಂದು ಹಲ್ಲೆಲೂಯಾ ಹೇಳಿ. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. ಇನ್ನೊಂದು ವಾಕ್ಯ 21ാമത്തെ വചനം. 21ನೇ ವಾಕ್ಯ, 39ನೇ ಅಧ್ಯಾಯ 21ನೇ ವಾಕ್ಯ. അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. ಅದು ತಡೆಯವಾದ ಸ್ಥಳದಲ್ಲಿ ಅವನದು ಕುಣಿದಾಡುತ್ತದೆ. അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു. ಅದು ಆಯುಧಧಾರಿಗಳನ್ನು ಎದುರಿಸಿ ನಿಲ್ಲುತ್ತಾರೆ. മതി മതി മതി. അത് ആയുധപാണികളെ, ಅದು ಆಯುಧವನ್ನು ಧರಿಸಿರುವವರನ್ನು. നിങ്ങൾക്കറിയാമോ, ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ പഠിച്ചാൽ ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ? ಆಮೇಲೆ ನಾವು ಆದಿಕಾಂಡದಿಂದ ಪ್ರಕಟಣೆವರೆಗೂ ಓದಿದ್ರು. ಅದು ആയുധപാണികളോട് എതിർത്ത് നിൽക്കാൻ കഴിയാതെ ശത്രുവിന്റെ ആയുധമേറ്റ് പടക്കളത്തിൽ പട്ടുപോയ ധാരാളം ആളുകളെ നമുക്ക് കാണാം. ಆಯುಧಧಾರಿಗಳಾಗಿರುವ ಸೇನೆಗಳನ್ನು ಎದುರಿಸಿ ನಿಲ್ಲುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲದೆ, ಶಕ್ತಿ ಇಲ್ಲದೆ ಅನೇಕರು ಬಿದ್ದು ಹೋಗಿದ್ದಾರೆ. എന്നാൽ ആയുധപാണികളോട് എതിർത്ത് നിന്ന് ജയം നേടിയവരെയും നമുക്ക് കാണാൻ കഴിയും. ಆಯುಧವನ್ನು ಇರುವವರನ್ನು ಎದುರಿಸಿ ನಿಂತುಕೊಂಡು ಜಯ ಹೊಂದಿರುವವರನ್ನು ನೋಡಬಹುದು. ഇവിടെ പടക്കുതിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു. ನೋಡ್ರಿ, ಇಲ್ಲಿ ಇರುವಂತ ಈ ಕುದುರೆಯ ವಿಶೇಷತೆ ಏನಂತಂದ್ರೆ ಆ ಆಯುಧ ಧರಿಸಿರುವಂತವರನ್ನು ಎದುರಿಸಿ ನಿಲ್ಲುತ್ತಾ ಇದ್ದಾರೆ. നിങ്ങൾ ഇയ്യോബിന്റെ പുസ്തകം മുഴുവൻ വായിച്ചു നോക്കുക. ಯೋಬನ ಪುಸ್ತಕವನ್ನು ಓದಿ ನೋಡುವಾಗ ഇയ്യോബ് എന്ന് പറയുന്ന ഒരു പടക്കുതിര, ಆಮೇಲೆ ಯೋಬ್ ಅಂತ ಹೇಳುವಂತದೊಂದು ಆಮೇಲೆ ಯುದ್ಧದಲ್ಲಿ ಇರುವಂತ ಕುದುರೆಯಾಗಿದೆ. ഇയ്യോബ് എന്ന് പറയുന്ന പടക്കുതിരയുടെ ജീവിതം മുഴുവൻ ഒരു പോരാട്ടമായിരുന്നു. ಈ ಒಂದು ಯೋಬನ ಜೀವಿತವನ್ನು ನೋಡುವಾಗ ಒಂದು ಯುದ್ಧವಾಗಿತ್ತು. ഇയ്യോബിന്റെ ജീവിതം മുഴുവൻ ഒരു യുദ്ധക്കളത്തിലായിരുന്നു. ಯೋಬನ ಜೀವಿತವನ್ನು ಎಲ್ಲವನ್ನು ಯುದ್ಧದಲ್ಲಿದ್ದರು. ഇയ്യോബ് എന്ന് പറയുന്ന പടക്കുതിരയ്ക്ക് നേരെ ശത്രു ആമേൻ എയ്തു വിട്ട പല ആയുധങ്ങളെ നമുക്ക് കാണാൻ. ಯೋಬನಿಗೆ ವಿರೋಧವಾಗಿ ಆಮೇಲೆ ಕಳಿಸಿರುವಂತ ಅನೇಕ ಆಮೇಲೆ ಬಿಲ್ಲುಗಳನ್ನು ಆಯುಧ ನಾವು ನೋಡಬಹುದು. ഒരിക്കൽ യഹോവയായ ദൈവം ಆಮೇಲೆ ಒಂದು ಸಾರಿ ಸೇನಾಧೀಶ್ವರನ ಕರ್ತನು ദൈവത്തിന്റെ അരികിലേക്ക് പിശാച് ഇങ്ങനെ കടന്നു വന്നു. ಆಮೇಲೆ ಸೈತಾನನು ದೇವರ ಹತ್ತಿರಕ್ಕೆ ಕಳೆದು ಬಂದನು. പിശാച് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ಸೈತಾನನು ಬಂದು ಹೀಗೆ ಹೇಳಿದರು, ഒരവസരം നീ എനിക്ക് നൽകി തന്നാ മതി. ಒಂದೇ ಒಂದು ಆಮೇಲೆ ನಮಗೆ ಒಂದು ಅವಸರವನ್ನು ಕೊಡೋದಾದ್ರೆ യോബിന്റെ യുദ്ധം ഞാൻ അവസാനിപ്പിക്കാം. ಯೋಬನ ಯುದ್ಧವನ್ನು ನಾನು ಕೊನೆಗಾಣಿಸುತ್ತೇನೆ. കാരണം യഹോവയായ ദൈവം തന്നെ യോബിനെ കുറിച്ച് നല്ല സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്. ಯಾಕೆಂದ್ರೆ ಯೋಬನನ್ನು ಕುರಿತಾಗಿ ಯೆಹೋವನು ಈ ರೀತಿಯಲ್ಲಿ ಒಳ್ಳೆ ಸಾಕ್ಷಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. നീതിമാനും നിഷ്കളങ്കനും യഹോവ ഭക്തനുമൊക്കെ ആയിട്ടുള്ള യോബ്. ಆಮೇಲೆ ನೋಡ್ರಿ, ನೀತಿವಂತನಾಗಿದೆ, ನಿಷ್ಕಪಟೆಯಾಗಿದೆ, ಆಮೇಲೆ ಸ್ತೋತ್ರ ಭಕ್ತನಾಗಿದ್ದನು. ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ യഹോവയോട് സാത്താൻ പറയുന്നു, ഒറ്റ അനുവാദം നീ എനിക്ക് തന്നാ മതി. ಆಮೇಲೆ ಹೀಗೆ ಸಾಕ್ಷಿಯಲ್ಲಿರುವಂತ ಯೆಹೋವನೊಂದಿಗೆ ಆಮೇಲೆ ಸೈತಾನನಿಗೆ ಹೋಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಒಂದೇ ಒಂದು ಸರಿ ನಾನು ಕೊಡು, ഞാൻ അവന്റെ യുദ്ധം അവസാനിപ്പിക്കും. ಆತನ ಯುದ್ಧವನ್ನು ನಾನು ಕೊನೆಗಾಣಿಸುತ್ತೇನೆ. ഇത് പറഞ്ഞപ്പോ യഹോവയായ ദൈവം യോബിനോട് ഇങ്ങനെ സാത്താനോട് ഇങ്ങനെ പറഞ്ഞു. ಇದನ್ನು ಕೇಳಿದಾಗ ಆ ಸೈತಾನನೊಂದಿಗೆ ದೇವರು ಹೀಗೆ ಹೇಳಿದರು, സാത്താനെ നീ ഏതെല്ലാം ആയുധം പ്രയോഗിച്ചു നോക്കിക്കോളൂ. ಸೈತಾನನೇ ನೀ ಯಾವುದೆಲ್ಲ ಆಯುಧವನ್ನು ಉಪಯೋಗಿಸು, എന്റെ ദാസനാകുന്ന യോബിന്റെ യുദ്ധം അവസാനിപ്പിക്കാൻ നിനക്ക് കഴിയില്ല. ನನ್ನ ದಾಸನಾಗಿರುವ ಯೋಬನ ಯುದ್ಧವನ್ನು ಕೊನೆಗಾಣಿಸುವುದಕ್ಕೆ ನಿನಗೆ ಆಗೋದಿಲ್ಲ. ഭക്തി എടുത്തു കളയാൻ നിനക്ക് കഴിയില്ല. ಆತನ ಭಕ್ತಿಯನ್ನು ತೆಗೆದುಹಾಕೋದಕ್ಕೆ ನಿನಗೆ ಸಾಧ್ಯವಿಲ್ಲ. ആരാധന എടുത്തു കളയാൻ നിനക്ക് ಆತನ കഴിയില്ല. ಆರಾಧನೆ ತೆಗೆದುಕೊಳ್ಳೋದಕ್ಕೆ ನಿನಗೆ ಆಗಲ್ಲ. അവന്റെ ജീവനെ മാത്രം തൊടാൻ അധികാരമില്ലെന്ന് പറഞ്ഞ് ദൈവം സാത്താനെ പറഞ്ഞയച്ചു. ಆತನ ಜೀವವನ್ನು ಮುಟ್ಟುವ ಪ್ರಾಣವನ್ನು ಮುಟ್ಟುವುದಕ್ಕೆ ನಿನಗೆ ಅಧಿಕಾರವಿಲ್ಲ ಅಂತ ಹೇಳಿಬಿಟ್ಟು ಸೈತಾನನನ್ನು ಓಡಿಸಿಬಿಟ್ರು. സാത്താൻ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. ಸೈತಾನನ ಇದನ್ನು ಸವಾಲಾಗಿ ತೆಗೆದುಕೊಂಡರು. അവന്റെ ആയുധപ്പുരയിലേക്ക് ചെന്ന് കയറി. ಆಮೇಲೆ ಯೋಬನ ಆಯುಧವನ್ನು ಇಟ್ಟಿರುವಂತಹ ಸ್ಥಳಕ್ಕೆ ಹೋದರು. ഒന്നാമത്തെ ആയുധം പിശാച് കരങ്ങളിലെടുത്തു. ಆಮೇಲೆ ಮೊದಲನೇ ಆಯುಧವನ್ನು ಸೈತಾನ ಕೈಗಳಲ್ಲಿ ಎತ್ತಿದರು. ആ ഒന്നാമത്തെ ആയുധത്തെ കുറിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ಮೊದಲನೇ ಆಯುಧವನ್ನು ಹೀಗೆ ರೀತಿಯಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിങ്ങളെ കുറിച്ചുള്ള ഒരു പ്രവചന ശബ്ദമാകിയാൽ ಇದು ನಿಮಗಾಗಿ ಇರುವಂತ ಹೊರಟಿ ಬರುವಂತ ಪ್ರವಾದನೆಯಾಗಿದೆ. വളരെ ശ്രദ്ധയോടുകൂടെ ആ വചനം വായിക്കുക. ಬಹಳ ಶ್ರದ್ಧೆಯಿಂದ ಈ ವಾಕ್ಯವನ್ನು ಓದೋಣ. ഇന്ന് രാത്രി ദൈവം അതിന്റെ മേൽ നമുക്ക് ജയം തരട്ടെ. ಇವತ್ತು ರಾತ್ರಿ ಅದರ ಮೇಲೆ ಜಯ ಕೊಡಲಿ. യോബിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം എടുത്താൽ, ಯೋಬನ ಪುಸ್ತಕ 2ನೇ ಅಧ್ಯಾಯ 2ാം ಅಧ್ಯಾಯ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ಅಲ್ಲಿ ಓದುತ್ತಾ ಇರುವಂತ ಕಾರ್ಯ ಹೀಗಿದೆ. 1-ാമത്തെ അധ്യായം 1ನೇ ಅಧ್ಯಾಯ, ಯೋಬನ ಪುಸ್ತಕ 1ನೇ ಅಧ್ಯಾಯ 6-ാമത്തെ വചനം വായിച്ചാൽ, 6ನೇ ವಾಕ್ಯ, 1ನೇ ಅಧ್ಯಾಯ 6ನೇ ವಾಕ್ಯ.
സോറി 13ാമത്തെ വാക്യം. 13ನೇ ವಾಕ್ಯ. മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ದೊಡ್ಡ ಅಣ್ಣನ ಮನೆಯಲ್ಲಿ ತಿಂದು ಕುಡಿತಾ ಇದ್ದರು. കാളകളെ ആര് പിടിച്ചുകൊണ്ട് പോയി? ನೋಡ್ರಿ, ಎತ್ತುಗಳನ್ನು ಯಾರು ಹಿಡಿದುಕೊಂಡು ಹೋದರು? ಶೆಬಾಯರ್ പിടിച്ചുകൊണ്ട് പോയി. ಸೆಬಾಯರ್ ಎಂದವರು ಹಿಡಿದುಕೊಂಡು ಹೋದರು. അടുത്ത വചനം, വേലക്കാര വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നു. ಆಮೇಲೆ ಕೆಲಸದ ಮಾಡುವವರನ್ನು ಬಾಳಿನಿಂದ ಕೊಲೆ ಮಾಡಿದರು. അടുത്ത വചനം, ആടുകളും വേലക്കാരും അതിനിരയായി. ನೋಡಿ, ಕುರಿಗಳನ್ನು ಕೆಲಸ ಮಾಡುವವರನ್ನು ಆ ಬೆಂಕಿಯಲ್ಲಿ ಸುಟ್ಟು ಹೋದರು. നമുക്കറിയാം, അന്നത്തെ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് ಆ ಕಾಲದಲ್ಲಿ ಇರುವಂತ ಐಶ್ವರ್ಯ ಅಂತ ಹೇಳೋದು മൃഗസമ്പത്തായിരുന്നു. ಆಮೇಲೆ ಹೆಚ್ಚಾಗಿ ಮೃಗಗಳನ್ನು, നൂറുകണക്കിന് ആടുമാടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന യോബ്, 100 ಸೇವಕರು ಮತ್ತು ಕುರಿಗಳು ಒಂಟೆಗಳನ್ನು ಇರುವಂತ ಆ ಯೋಬನು. യോബിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ദേശത്തേക്കും വെച്ച് ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു യോബ്. ಆಮೇಲೆ ಯೋಬನ ವಿಷಯವಾಗಿ ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಆಮೇಲೆ 20ಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿರುವ ಐಶ್ವರ್ಯವಂತನಾಗಿದ್ದ ദേശത്തിലൂടെ യാത്ര ചെയ്ത ಯೋಬ್ ಒಂದು ದೇಶದಲ್ಲಿ ನಡೆಯುವಾಗ അവിടെയുള്ള യൗവനക്കാർ വരെ ബഹുമാന പുരസ്സരം എഴുന്നേറ്റ് നിൽക്കുന്നു. ಅಲ್ಲಿರುವಂತ ಯೌವನಸ್ಥರೆಲ್ಲ ಬಂದು ಅವನನ್ನು ಬಹುಮಾನ ಕೊಡ್ತಾ ಇದ್ದರು. അത്രയും ധനാഢ്യനായിരുന്നു യോബ്. ಅಷ್ಟೊಂದು ಐಶ್ವರ್ಯವಂತನಾದನು ಯೋಬನು. മൃഗസമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നു, ಹೆಚ್ಚಾಗಿರುವ ಆಮೇಲೆ ಕುರಿಗಳು, ಒಂಟೆಗಳು ಮತ್ತು ಹಸುಗಳಿದ್ದನು. പക്ഷെ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ಬೈಬಲ್ ಹೇಳ್ತಾ ಇದ್ರೆ ಹೀಗೆ ಆಗಿದೆ, ആദ്യത്തെ ആയുധം പിശാച് അയച്ചത് അവന്റെ സമ്പത്തിന് നേരെയായി. ಆಮೇಲೆ ಮೊಟ್ಟ ಮೊದಲು ಸೈತಾನ್ ಕಳಿಸಿರುವಂತ ಆಯುಧ ಆತನ ಐಶ್ವರ್ಯದ ಮೇಲೆ ಆಯ್ತು. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ കാളകളെ പിടിച്ചുകൊണ്ടുപോയി. ಒಂದೇ ದಿವಸದಲ್ಲಿ ಆತನ ಎತ್ತುಗಳ ಕುರಿಗಳನ್ನು ತೆಗೆದುಕೊಂಡು ಹೋದರು. എല്ലാം വെട്ടി കൊന്നുകളഞ്ഞു. ಆಮೇಲೆ ಕೆಲಸ ಮಾಡುವವರ ಕೆಲಸವರನ್ನೆಲ್ಲ ಕೊಂದು ಹಾಕಿದರು. മൃഗസമ്പത്തെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. മൃഗಗಳಲ್ಲಿರುವಂತ ಎಲ್ಲ ಐಶ್ವರ್ಯವನ್ನು ಎಲ್ಲವನ್ನು ഏറ്റവും ധനാഢ്യനായി ജീവിച്ചിരുന്ന യോബ് ഒറ്റ നിമിഷം കൊണ്ട് തീർത്തും ദരിദ്രനായി മാറി. ನೋಡ್ರಿ, ಬಹಳ ಐಶ್ವರ್ಯವಂತನಾಗಿರುವಂತ ಸಂಪತ್ತಿರುವಂತ ಆ ಯೋಬನು ದರಿದ್ರನಾಗಿದ್ದನು. ഒന്നാമത്തെ ആയുധം അയച്ചത് അവന്റെ സമ്പത്തിന് നേരെയായി. ಮೊಟ್ಟ ಮೊದಲು ಆತನು ಸೈತಾನನು ಉಪಯೋಗಿಸಿರುವಂತ ಆಯುಧ ಆತನ ಐಶ್ವರ್ಯದ ಮೇಲೆ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ദൂത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ಈ ಪ್ರವಾದನೆ ವಾಕ್ಯದಲ್ಲಿ ಹೇಳುವಾಗ, ചിലതിന്റെ സാമ്പത്തിക മേഖലകൾക്ക് നേരെ ആയുധം അയച്ചിരിക്കുന്ന അന്ധകാര ശക്തികൾ, ಕೆಲವರ ಆಮೇಲೆ ಸಂಪತ್ತಿನ ಮೇಲೆ ಐಶ್ವರ್ಯವಂತ ಆಮೇಲೆ ಸೈತಾನ್ ಕಳಿಸಿರುವಂತ ಆಯುಧಗಳು, എത്ര ശ്രമിച്ചിട്ടും സാമ്പത്തികമായ ഒരു പുരോഗതിയിലേക്ക് വരാൻ കഴിയാതെ, ಎಷ್ಟೇ ಕಷ್ಟಪಟ್ಟರೂ ಒಂದು ಐಶ್ವರ್ಯಕ್ಕೆ ಉನ್ನತ ಸ್ಥಿತಿಗೆ ಬರಕಾಗದೆ, നിന്റെ അധ്വാന ഫലം പോലും നിനക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതുപോലെ, ನೀನು ಕಷ್ಟಪಡುವಂತದ ಅನುಭವ ಫಲಗಳನ್ನು ನಿನಗೆ ಅನುಭವಿಸಕಾಗದೆ, ಅಧ್ವಾನಿക്കുന്നതിന് അനുസരിച്ചുള്ള സമൃദ്ധി നിന്നിലേക്ക് ഉണ്ടാകാതെ, ನೀನು ಕಷ್ಟಪಡುವಂತದಕ್ಕಾಗಿ ಆ ಸಮೃದ್ಧಿ ನಿನಗೆ ಇಲ್ಲದೆ, എന്നും ദാരിദ്ര്യം അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ച്, ನೀನು ಯಾವಾಗಲೂ ದರಿದ್ರನಾಗಿರಬೇಕೆಂದು ಆಸೆ ಪಡುವ, ഞെരുക്കം അനുഭവിക്കുന്നവരായിരിക്കണമെന്ന് ആഗ്രഹിച്ച്, ನೀನು ಯಾವಾಗಲೂ ಇಕ್ಕಟ್ಟಿನಲ್ಲಿ ಅನುಭವಿಸಬೇಕೆಂದ സാമ്പത്തിക മണ്ഡലങ്ങൾക്ക് നേരെ പിശാചിട്ടിരിക്കുന്ന ആയുധത്തെ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം തകർക്കുവാനായിട്ട് പോകുന്നു. ನಿಮ್ಮ ಆಸ್ತಿಗೆ ಮೇಲೆ ಸೈತಾನನು ಕಳಿಸಿರುವಂತ ಆಯುಧವನ್ನು ಇವತ್ತು ರಾತ್ರಿ ದೇವರು ಮುರಿದಾಕ್ತಾರೆ. എത്ര ശ്രമിച്ചിട്ടും ആമേൻ നേടുവാൻ കഴിയാത്തതുപോലെ ഒരു നിഴല് പോലെ പിൻപറ്റുന്ന കടഭാരങ്ങൾ, ಎಷ್ಟೇ ಕಷ್ಟಪಟ್ಟರು ಆ ಸಾಲ ತೊಂದರೆಯಿಂದ ಹೊರಗಡೆ ಬರಕಾಗದೇ ಇರುವಂತ ಸೈತ ಕ್ರಿಯೆಗಳು, എത്ര അധ്വാനിച്ചിട്ടും ഒരു പുരോഗതി പ്രാപിക്കാൻ കഴിയാത്ത ശൂന്യമായ അവസ്ഥകൾ, ಎಷ್ಟೇ ಕಷ್ಟಪಟ್ಟರು ಒಂದು ಸಮೃದ್ಧಿಯಕ್ಕೆ ಬರಕಾಗದೇ ಇರುವಂತ ಸ್ಥಿತಿಗಳು, എത്ര അധ്വാനിച്ചിട്ടും നിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു മാറ്റവുമില്ലാത്തവരെ പോലെ, ಎಷ್ಟೇ ಕಷ್ಟಪಟ್ಟರು ನಿಮ್ಮ ಐಶ್ವರ್ಯದಲ್ಲಿ ಸಮೃದ್ಧಿ ಬರದೆ, പുറകോട്ട് നോക്കുമ്പോൾ നീ അധ്വാനിക്കുന്നത് മാത്രമേ മിച്ചമുള്ളൂ. ನೀವು ಹಿಂತಿರುಗಿ ನೋಡುವಾಗ ನಿಮ್ಮ ಕಷ್ಟತೆ ಮಾತ್ರ ನೋಡಕ್ಕಾಗದೆ. രാത്രി ദൈവം പറയുന്നു, ചിലതിന്റെ സാമ്പത്തിക മേഖലകളുടെ മേൽ ദൈവത്തിന്റെ ഒരു അഭിവൃദ്ധിയുടെ കരമിറങ്ങി വരികയാണ്. ಇವತ್ತು ರಾತ್ರಿ ದೇವರಾತ್ಮನ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನಿಮ್ಮ ಆಮೇಲೆ ಕಷ್ಟದಾದ ಆ ಕೈ ಕೆಲಸಗಳ ಮೇಲೆ ದೇವರ ಸಮೃದ್ಧಿ ಬರುತ್ತದೆ. സാമ്പത്തിക മേഖലകളുടെ മേൽ പിശാച് കൊണ്ടുവന്നിട്ട മുഖത്തെ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം പൊട്ടിക്കുകയാണ്. ಸಮೃದ್ಧಿಗಳನ್ನು ಇವತ್ತು ರಾತ್ರಿ ಆ ಸೈತಾನನ ಕೈಗಳನ್ನು ಮುರಿದಾಕ್ತಾರೆ. ആഗ്രഹിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ, ಅದನ್ನು ಆಸೆ ಪಡುವವರು ಚಪ್ಪಾಳೆ ಹೊಡೆದು ದೇವರ ನಾಮವನ್ನು ഇന്ന് രാത്രി നാം ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ನಾವು ಇಲ್ಲಿ ಆರಾಧನೆ ಮಾಡುವಾಗ നീ സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കരുതെന്ന്, ನೀವು ಸಾಂಪತ್ತಿಕವಾಗಿ ಅಭಿವೃದ್ಧಿ ಆಗದೆ, സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കരുതെന്ന്, ನಿನಗೆ ಸಮೃದ್ಧಿ ಆಗದೆ, നീ ഒരിക്കലും നിന്റെ അധ്വാനം അനുഗ്രഹിക്കപ്പെടരുതെന്ന്, ನಿನ್ನ ಕೈಗಾರಿಸ ಕಾರ್ಯಗಳನ್ನು ಅನುಭವಿಸಾಗದೆ, സാമ്പത്തിക മണ്ഡലത്തിന് നേരെ ആയുധം വെച്ചിരിക്കുന്ന ಆಮೇಲೆ ನಿಮ್ಮ ಐಶ್ವರ್ಯದ ಮೇಲೆ ಆಯುಧ ಇಟ್ಟಿರುವ അന്ധകാരത്തിന്റെ ആയുധങ്ങളെ ಅಂಧಕಾರ ಆಯುಧಗಳನ್ನು ദൈവം തകർക്കുകയാണ്. ಇವತ್ತು ರಾತ್ರಿ ದೇವರು ಮುರಿದಾಕ್ತಾರೆ.
കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಚಪ್ಪಾಳೆ ದೇವರ ನಾಮವನ್ನು കരമടിച്ച് ಮಹಿಮೆಪಡಿಸಿ അല്പനേരം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಸ್ವಲ್ಪ ಸಮಯ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ഇതൊരു ആത്മീയ യുദ്ധമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കുന്നത്. ಇವತ್ತು ರಾತ್ರಿ ಒಂದು ಯುದ್ಧ ನಡೀತಾ ഒരു ಇದೆ. ആത്മീയ യുദ്ധം ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കുകയാണ്. ಇವತ್ತು ರಾತ್ರಿ ಯುದ್ಧ ನಡೀತಾ ಇದೆ. നീ സമ്പന്നനാകാനാണ് എന്റെ ദൈവം ദരിദ്രനായത്. ಆಮೇಲೆ ನೀನು ಐಶ್ವರ್ಯವಾನ ಆಗುವುದಕ್ಕೆ ಕರ್ತನು ದರಿದ್ರನಾದನು. ദാരിദ്ര്യത്താൽ നീ സമ്പന്നനാകേണ്ടത്. ಆತನ ದಾರಿದ್ರ್ಯದಿಂದ ನೀನು ಐಶ್ವರ್ಯವಂತನು. എന്റെ ദൈവം നിനക്ക് വേണ്ടി ദാരിദ്ര്യം അനുഭവിച്ചു. ಆಮೇಲೆ ನಿನಗಾಗಿ ಯೇಸು ದರಿದ್ರನಾದನು. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ಎಷ್ಟು ಜನಕ್ಕೆ ಆಸೆ ಇದೆ? സാമ്പത്തിക മേഖലകളുടെ മേൽ ദൈവം ഇന്ന് രാത്രിയിൽ ഒരു ജയം കൽപ്പിക്കുകയാണ്. ನಿಮ್ಮ ಐಶ್ವರ್ಯದ ಮೇಲೆ ದೇವರ ಒಂದು ಬಿಡುಗಡೆ ಕೊಡುತ್ತಾರೆ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ಈ ಪ್ರವಾದನೆ ಹೇಳುವಾಗ ആമേൻ ഉഴുതുന്ന കാളയുടെ ചുമലിൽ നിന്ന് നുകമെടുത്ത് മാറ്റുന്നത് പോലെ ಓ ಸೈತಾನನ ನುಗಗಳನ್ನು ತೆಗೆದು ಮುರಿದಾಕ್ತಾರೆ. തന്നെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ಆ ನುಗವನ್ನು ದೇವರಾತ್ಮ ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. ഉഴുതുകൊണ്ടിരിക്കുന്ന കാളയുടെ ചുമലിൽ നിന്ന് ഒരു നുകമെടുത്ത് മാറ്റുന്നത് പോലെ ಆ ಎತ್ತಿನ ಮೇಲಿರುವಂತ ನುಗವನ್ನು ತೆಗೆದುಹಾಕುವ ಹಾಗೆ ചില കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് അവൻ പിശാച് വച്ച ചില നുകങ്ങളെ ഇന്ന് രാത്രി ദൈവം എടുത്തു മാറ്റുകയാണ്. ಆಮೇಲೆ ಕುಟುಂಬದ ಮೇಲೆ ಇಟ್ಟಿರುವಂತ ಆ ನುಗಗಳನ್ನು ದೇವರು ತೆಗೆದುಹಾಕ್ತಾರೆ. ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സ്വാതന്ത്ര്യം എന്റെ ദൈവം ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ നൽകുകയാണ്. ಇವತ್ತು ರಾತ್ರಿ ಒಂದು ಬಿಡುಗಡೆಯನ್ನು ಕೊಡುತ್ತಾರೆ. ಆಮೆನ್. നീ അധ്വാനിക്കുന്നത് മുഴുവൻ രോഗത്തിന്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ, ನೀನು ಕಷ್ಟಪಡುವಂತ ಹಣವೆಲ್ಲ ರೋಗಕ್ಕಾಗಿ നീ ಖರ್ಚಾಗುವುದಾದ್ರೆ, അധ്വാനിക്കുന്നത് മുഴുവൻ ലോണിന്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ, ನೀನು ಕಷ್ಟಪಡುವಂತೆಲ್ಲ ಲೋನ್ നീ ಕಟ್ಟುವುದಕ್ಕಾಗಿ, അധ്വാനിക്കുന്നത് മുഴുവൻ കടത്തിന്റെ പുറകെ ನೀನು പോകുന്നുണ്ടെങ്കിൽ, ಕಷ್ಟಪಡುವಂತ ಹಣವೆಲ್ಲ ಆಮೇಲೆ ಸಾಲ ഇന്ന് ತೊಂದರೆಗಾಗಿ രാത്രി ദൈവം പറയുന്നു ആ നുകത്തെ ഈ രാത്രി ദൈവം പൊട്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. ಇವತ್ತು ರಾತ್ರಿ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ ಆ ನುಗವನ್ನು ದೇವರು ಮುರಿದಾಕ್ತಾರೆ. എന്റെ ദൈവം നിനക്ക് തരുന്നത് ആത്മീക നന്മ മാത്രമല്ല, അതിന്റെ കൂടെ ഭൗതിക നന്മയും എന്റെ ദൈവം നിനക്ക് തരും. ನನ್ನ ದೇವರು ನಿಮಗೆ ಕೊಡುವುದು ಆತ್ಮಿಕವಾದ ಐಶ್ವರ್ಯವಲ್ಲ, ಭೌತಿಕವಾದ ಐಶ್ವರ್ಯವು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് രാത്രിയിൽ ഒരു ജയം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ കരങ്ങളെ ഒന്ന് ಇವತ್ತು ರಾತ್ರಿ ಜಯ ಬೇಕು ಅಂದಿರುವವರು ಕೈ ಎತ್ತಿ ಒಂದು ಹಲ್ಲೆಲೂಯಾ ಹೇಳಿ. പെട്ടെന്ന് നമുക്ക് അടുത്ത ಬೇಗ ಒಂದು ಮತ್ತೆ നമുക്കറിയാം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്, ಸೈತಾನನ ದೊಡ್ಡ ತಂತ್ರ ಬಂದದು. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം പണമാണ്. ಆಮೇಲೆ ಮನುಷ್ಯನಿಗೆ ತುಂಬಾ ಬೇಕಾಗಿರೋದು ಹಣ. ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ಹಣ ಇಲ್ಲದೆ ಜೀವಿಸೋಕಾಗುವುದಿಲ್ಲ. അറിയാം, പണം എടുത്തു കളഞ്ഞാൽ ഇയ്യോബിന്റെ ഭക്തി അവസാനിക്കും. ಸೈತಾನನಿಗೆ ಗೊತ್ತಿದೆ ಹಣವನ್ನು ತೆಗೆದುಕೊಂಡ್ರೆ ಅವನ ಜೀವಿತವನ್ನು ಕೊನೆಗೊಳ್ಳುತ್ತದೆ. പണം നഷ്ടമാക്കിയാൽ ഇയ്യോബിന്റെ ആരാധന അവസാനിക്കും. ಆಮೇಲೆ ಹಣವನ್ನು ನಷ್ಟವಾಯಿತು, ಆರಾಧನೆ ನಿಂತು ಹೋಗುತ್ತದೆ. പക്ഷെ പിശാച് പരാജയപ്പെട്ടു പോയി. ಆದರೆ ಸೈತಾನನು ಸೋಲೋದರು. അവൻ തീർത്തും ദരിദ്രനായി മാറിയിട്ടും ഇയ്യോബ് തന്റെ ഭക്തി വിട്ടുമാറിയില്ല. ಆಮೇಲೆ ಸಂಪೂರ್ಣವಾಗಿ ದರಿದ್ರನಾದ್ರೇನು ಆಮೇಲೆ ಯೋಬನು ಭಕ್ತಿ ಬಿಟ್ಟು ಹೋಗಲಿಲ್ಲ. സഹോദരി സഹോദര, നിനക്ക് കടത്തിന്റെ മേൽ കടമായിരിക്കും. ಸಹೋದರ ಸಹೋದರಿ, ನಿಮಗೆ ಸಾಲದ ಮೇಲೆ ಸಾಲ ಇರಬಹುದು, ദാരിദ്ര്യത്തിന്റെ മേൽ ദാരിദ്ര്യമായിരിക്കും. ದಾರಿದ್ರ್ಯದ ಮೇಲೆ ದರಿದ್ರ್ಯ ಬರಬಹುದು. നീ കർത്താവിനെ വിട്ടുമാറരുത്. ಆದರೆ ನೀನು ಕರ್ತನನ್ನು ಬಿಟ್ಟು ಹೋಗಬಾರದು. നിന്റെ മേൽ ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസം നീ തള്ളി പറയരുത്. ನಿನಗೆ ಕೊಟ್ಟಿರುವಂತ ವಿಶ್ವಾಸವನ್ನು ಬಿಟ್ಟು ಬಿಡಬಾರದು. കൃപയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറി പോകരുത്. ದೇವರ ಕೃಪೆಯಿಂದ ಎಡಕ್ಕಾಗಿ ಬಲಕ್ಕಾಗಿ ಬಿಟ್ಟು ಹೋಗಬಾರದು. പിശാചിന് ഒരു ദിവസം പ്രവർത്തിക്കാൻ കാലമുണ്ടെങ്കിൽ, അവൻ പിശാചിനെ നിന്നെ ബന്ധിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ, എന്റെ ദൈവത്തിന് അതിനെ അഴിക്കാനും ഒരു സമയമുണ്ട്. ಸೈತಾನ ನಿಮ್ಮನ್ನು ಬಂಧಿಸುವುದಕ್ಕೆ ಕಟ್ಟಾಗೋದಕ್ಕೆ ಸಮಯವಿದ್ದರೆ, ನಿಮ್ಮನ್ನು ಬಿಡುಗಡೆ ಮಾಡೋದಕ್ಕೆ ದೇವರಿಗೆ ಸಮಯವಿದೆ. ഒരു സമയമുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ആ നുകത്തെ പൊട്ടിക്കാനും ഒരു സമയമുണ്ട്. ಸೈತಾನ ನಿಮ್ಮ ಮೇಲೆ ನುಗ ಇಡೋದಕ್ಕೆ ಸಮಯವಿರೋದ್ರೆ ಆ ನುಗವನ್ನು ಮುರಿದೋಕಾದೋದಕ್ಕೆ ದೇವರಿಗೆ ಸಮಯವಿದೆ. ദൈവം പറയുന്നു, എപ്പോഴാ കർത്താവ് എനിക്കൊരു ജയം, എപ്പോഴാ എനിക്കൊരു ഉയർച്ച, എപ്പോഴാ എനിക്കൊരു അഭിവൃദ്ധി എന്ന നാളുകളായി ദൈവത്തോട് ചോദിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി ദൈവം പറയുന്നു, ಆಮೇಲೆ ಇವತ್ತು ರಾತ್ರಿ ನಾನು ಯಾವಾಗ ನನಗೆ ಜಯ ಸಿಕ್ಕುತ್ತದೆ, ಸಮೃದ್ಧಿ ಬರುತ್ತದೆ, ಬಿಡುಗಡೆ ಸಿಕ್ಕುತ್ತದೆ ಕೇಳುವವರಿಗೆ ಇವತ್ತು ರಾತ್ರಿ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, സമയം വന്നിരിക്കുകയാണ്. ನಿನ್ನ ಸಮಯ ಬಂದಿದೆ, അഭിവൃദ്ധിയുടെ സമയം വന്നിരിക്കുകയാണ്. ನಿನ್ನ ಅಭಿವೃದ್ಧಿಯ ಸಮಯ ಬಂದಿದೆ. കാലത്തെ മാറ്റിമറിച്ച് ഇന്ന് രാത്രി ദൈവത്തിന്റെ സമയം നിന്റെ മേൽ വന്നിരിക്കുകയാണ്. ಸೈತಾನನ ಸಮಯವನ್ನು ಮುರಿದಾಕಿ ದೇವರ ಸಮಯ ಬಂದಿದೆ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് ನಂಬುವವರಿಗೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ശബ്ദം ഉയർത്തി ಶಬ್ದವತ್ತಿ സമയമാണെന്ന് വിശ്വസിക്കുന്നവർ, ಇದು ದೇವರ ಸಮಯ, എന്റെ മേൽ ദൈവത്തിന്റെ സമയം വന്നിരിക്കുന്നു എന്ന് ನನ್ನ ಮೇಲೆ ದೇವರ ಸಮಯ ಬಂದಿದೆ. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമെന്ന് ಇದು വിശ്വസിക്കുന്നവർ ದೇವರ ಕ್ರಿಯೆಯ ಸಮಯವಾಗಿದೆ. ಶಬ್ದವತ್ತಿ ಅಲಬ ದೂರಮನ ಗಡ ಅಲ್ಕನ ದೂರಬಲ ಗಡಗ ದೂರಮ ದೇವರ ಧನ ಜಗನ ದೂರಬಲ ಗಡಗ ಅಲ್ಕನ ಬರುವ ಉಡಮನ ದೂರಮ. ഇന്ന് രാത്രിയിൽ പൊട്ടിമാറുകയാണ്. ಕೆಲವು ನುಗಗಳು ಮುರಿದೋಗುತ್ತದೆ. നുകങ്ങൾ ഇന്ന് രാത്രിയിൽ പൊട്ടിമാറുകയാണ്. ಕೆಲವು ನುಗಗಳು ಮುರಿದೋಗುತ್ತದೆ. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അഭിവൃദ്ധി, ಇವತ್ತುವರೆಗೂ ನೋಡಿದ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്വാതന്ത്ര്യം
സ്വാതന്ത്ര്യം ಇದುವರೆಗೆ ಇಲ್ಲೊಂದು ഇന്ന് ಸ್ವಾತಂತ್ರ್ಯ രാത്രിയിൽ ചില കുടുംബങ്ങളെ മേൽ ദൈവം കൽപ്പിക്കുകയാണ്. ಇವತ್ತು ರಾತ್ರಿ ಕೆಲ ಕುಟುಂಬಗಳ ಮೇಲೆ ಬರುತ್ತದೆ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ ಯೇಸು ನಾಮದಲ್ಲಿ നിനക്ക് ജോലിയിൽ ഉയർച്ച നേടേണ്ട സമയം പണ്ടേ കഴിഞ്ഞു പോയി. ನಿನಗೆ ಕೆಲಸದಲ್ಲಿ ಆಮೇಲೆ ಸಮೃದ್ಧಿ ಆಗಬೇಕಾಗಿರೋ ಸಮಯ ಇತ್ತು. നിന്റെ കൂടെ ജോലി ചെയ്തവരെല്ലാം മുമ്പേ ഉയർന്നു കഴിഞ്ഞു. ನಿಮ್ಮ ಜೊತೆಗೆ ಕೆಲಸ ಮಾಡಿರುವವರೆಲ್ಲ ಸಮೃದ್ಧಿ ಆಯ್ತು. പക്ഷേ ഇന്ന് നീ അവരുടെ പുറകിൽ കിടക്കുക. ನೀನು ಇನ್ನು ಹಿಂದೆ ಇದೆಯಾ? കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി നിന്റെ സമയം വന്നിരിക്കുകയാണ്. ಕರ್ತನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಇವತ್ತು ರಾತ್ರಿ ನಿನ್ನ ഇന്ന് ಸಮಯ. രാത്രി നിന്റെ സമയം ಇವತ್ತು വന്നിരിക്കുകയാണ്. ರಾತ್ರಿ ನಿನ್ನ ಸಮಯ. ആമേൻ. പിശാച് വെച്ച സകല ബന്ധനങ്ങളെയും അഴിക്കാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് ഇതിന്റെ നടുവിലുണ്ട്. ಆಮೇಲೆ ಸೈತಾನ ಇಟ್ಟಿರುವಂತ ಎಲ್ಲ ಬಂಧನಗಳನ್ನು ಬಿಚ್ಚುವುದಕ್ಕೆ ಯೇಸು ಬಂದಿದ್ದಾರೆ. എന്നും നീ ഒരു കുഴിയിൽ കിടക്കുന്നവനെ പോലെ കിടക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു കുഴിക്കകത്ത് നിന്നെ ഇട്ടതുപോലെ പിശാച് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുമ്പോ ನಿನ್ನನ್ನು ಹಳ್ಳದಲ್ಲಿ ಯಾವಾಗಲೂ ಹಾಕಬೇಕೆಂದಿರುವಂತ ಆ ಸಮಸ್ಯೆಯಿಂದ ದೇವರು ಬಿಡುಗಡೆ ഇന്ന് ಮಾಡುತ್ತಾರೆ. രാത്രി ദൈവം തന്റെ കരം നീട്ടി ആ കുഴിക്കകത്ത് നിന്ന് നിന്നെ രക്ഷിക്കുകയാണ്. ಇವತ್ತು ರಾತ್ರಿ ದೇವರು ಹಸ್ತವನ್ನು ಚಾಚಿ ಉಯರ್ತಿ ನಿಮ್ಮನ್ನು ಮೇಲೆ ಎತ್ತುತ್ತಾರೆ. ശബ്ദം ഉയർത്തി കർത്താവിനെ ಶಬ್ದ സ്തുതിച്ചാട്ടെ. ಎತ್ತಿ ಒಂದು ಹಲ್ಲೆಲೂಯಾ ಹೇಳಿ. അധരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಬಾಯಿ ತೆಗೆದು ದೇವರಿಗೆ ಸ್ತೋತ್ರ അധരം ಮಾಡಿ. തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಬಾಯಿ ತೆಗೆದು ದೇವರಿಗೆ ಸ್ತೋತ್ರ ശബ്ദം ಮಾಡಿ. ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಶಬ್ದ ಎತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ മുഴുവൻ ಮಾಡಿ. ദൈവത്തിന്റെ അധരം തുറന്ന് ശബ്ദം ഉയർത്തി. ಎಲ್ಲರೂ ಬಾಯಿ ತೆಗೆದು കർത്താവ് ഇന്ന് രാത്രിയിൽ എന്നോട് ഇങ്ങനെ പറയുന്നു, ಕರ್ತರು ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ചിലതിനെ ഒരു കുഴിക്കകത്തിട്ടിരിക്കുന്നത് പോലെ ಕೆಲವರಲ್ಲಿ ಹಳ್ಳದಲ್ಲಿ ಇಟ್ಟಿರುವುದಾರೆ. എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതലാകാതെ, ಎಷ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡಿ എത്ര ಬಿಡುಗಡೆ ಇಲ್ಲ, ഉപവസിച്ചിട്ടും വിടുതലാകാതെ, ಎಷ್ಟು ಉಪವಾಸ ಮಾಡಿ ಬಿಡುಗಡೆ ഒരു ಇಲ್ಲ. കുഴിക്ക് സമാനമായി പിശാചിനെ തളച്ചിട്ടിരിക്കുമ്പോ ಒಂದು ಹಳ್ಳದಲ್ಲಿ ಹಾಕಿರುವಂತ ಸಮಾನದಲ್ಲಿ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു കരം നീണ്ടു വരികയാണ്. ಆಮೇಲೆ ನಿನಗಾಗಿ ಒಂದು ಕರ ಬರುತ್ತದೆ. അത് മനുഷ്യന്റെ കരമല്ല, ಅದು ಮನುಷ್ಯನ അത് ಹಸ್ತವಲ್ಲ, ദൈവത്തിന്റെ കരമാണ്. ಅದು ದೇವರ ഇന്ന് ಹಸ್ತವಾಗಿದೆ. രാത്രിയിൽ ಇವತ್ತು ರಾತ್ರಿ നിന്റെ ദാരിദ്ര്യത്തിന്റെ കുഴിയിൽ നിന്ന് അവൻ നിന്നെ പിടിച്ചു ನಿಮ್ಮ കയറ്റുകയാണ്. ದಾರಿದ್ರ್ಯದ ಆ ಬಾವಿಯಿಂದ ನಿಮ್ಮನ್ನು ಎತ್ತುತ್ತಾರೆ. ചിലതിന്റെ ദാരിദ്ര്യത്തിന്റെ കുഴിയിൽ നിന്ന് എന്റെ ദൈവം ചിലതിനെ കരകയറ്റുകയാണ്. ದಾರಿದ್ರ್ಯ ಅಂತಿರುವಂತ ಆ ಒಂದು ಹಳ್ಳದಿಂದ ದೇವರು ನಿಮ್ಮನ್ನು ಮೇಲೆ ಎತ್ತುತ್ತಾರೆ. ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ಶಬ್ದ ಎತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ಆಮೇಲೆ ಕೈ ಎತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. ಇನ್ನೊಂದು ಭಾಗವನ್ನು ನೋಡೋಣ. അടുത്ത വചനം വായിച്ചാട്ടെ. ಆಮೇಲೆ ಕೆಳಗಡೆ ಹೋದರಿ. ആ ആ ആ 16ാമത്തെ വാക്യം, 16ನೇ ವಾಕ್ಯ, സോറി 17ാമത്തെ വാക്യം, 17ನೇ ವಾಕ್ಯ. ആ ആ ಆಮೇಲೆ സോറി ആന്റി സോറി 18ാമത്തെ വാക്യം, 18ನೇ ವಾಕ್ಯ, 18ನೇ ವಾಕ್ಯ. ആ നിന്റെ പുത്രന്മാരും പുത്രിമാരും ನಿನ್ನ ಸಂತಾನ ಸಂತತಿಗಳನ್ನು മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ದೊಡ್ಡ ಸಹೋದರನ ಮನೆಯಲ್ಲಿ ತಿಂದು ಕುಡಿತಾ ಇದ್ದರು. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റടിച്ചു. ಆಮೇಲೆ ಸೋದರ ಒಂದು ಬಿರುಗಾಳಿಯನ್ನು ಬಂದನು. വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. ಮನೆಗೆ ಸುತ್ತಲೂ ಹೊಡೆದು ಬಿರುಗಾಳಿ ಬಂದು ಬೀಸಿದರು. അത് യൗവനക്കാരുടെ മേൽ വീണു. ಅದು ಯೌವನಸ್ಥರ ಮೇಲೆ ಬಿದ್ದನು, ಅವರು ಸತ್ತೋದರು. രണ്ടാമത്തെ ആയുധം പിശാച് അയച്ചത്, ಎರಡನೇ ಆಯುಧವನ್ನು ಸೈತಾನ ಕಳಿಸಿರೋದು അവന്റെ കുടുംബത്തിനെതിരെയും അവന്റെ തലമുറകൾക്കെതിരെയുമാണ്. ಆತನ ಕುಟುಂಬಕ್ಕೆ ವಿರೋಧವಾಗಿ, ಮಕ್ಕಳಿಗೆ ವಿರೋಧವಾಗಿ ഒറ്റ നിമിഷം കൊണ്ട് മുഴുവൻ തലമുറകളെയും പിശാച് തകർത്തു. ಒಂದೇ ಒಂದು ಕ್ಷಣದಲ್ಲಿ 10 ಜನ ಮಕ್ಕಳನ್ನು ಅವನ್ ಪಿಶಾಚಿ ಕೊಂದಾಕಿದನು. 8ലധികം ശവപ്പെട്ടികൾ ഒരೇ സമയം യോബിന്റെ മുമ്പിൽ നിരന്നു കിടക്കുകയാണ്. ಅವನ್ 8ಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಆಮೇಲೆ ಸ್ತೋತ್ರ ಸಮಾಧಿಗ ಆಮೇಲೆ ಅದನ್ನು ರೆಡಿ ಮನೆ ಮುಂದೆ ಬಂದರು. വളരെ പ്രതീക്ഷയോടെ വളർത്തിയ യോബിന്റെ ಬಹಳ ಆಸೆಯಿಂದ ಬೆಳೆಸಿರುವಂತ ಮಕ್ಕಳು ഒറ്റ നിമിഷം കൊണ്ട് പിശാച സന്തതികളെ മുഴുവൻ തകർത്ത് കളഞ്ഞു. ನೋಡ್ರಿ, ಎಲ್ಲಾ ಸಂತತಿಗಳನ್ನು ಒಂದೇ ಕ್ಷಣದಲ್ಲಿ ಎಲ್ಲವನ್ನು ಆಮೇಲೆ ಕೊಂದಾಕಿದರು. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ಇವತ್ತು ರಾತ್ರಿ ನನ್ನನ್ನು ಕೇಳುವವರೇ, രണ്ടാമത്തെ ആയുധം പിശാച് അയച്ചത് യോബിന്റെ തലമുറകൾക്കെതിരെയാണ്. ಎರಡನೇ ಆಯುಧವನ್ನು ಸೈತಾನ ಕಳಿಸಿರುವುದು ತನ್ನ ಯೋಬನ ಮಕ್ಕಳಿಗೆ ವಿರೋಧವಾಗಿ. ഇന്ന് രാത്രിയിൽ ചിലതിന്റെ തലമുറകൾക്ക് നേരെ പിശാച് ആയുധം അയച്ച് ಆಮೇಲೆ ಇವತ್ತು ರಾತ್ರಿ ಸೈತಾನನು ಕೆಲವು ಮಕ್ಕಳಿಗೆ ವಿರೋಧವಾಗಿ ಆಯುಧವನ್ನು ಕಳಿಸುತ್ತಾ ಇದ್ದಾರೆ. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തലമുറകളെ തകർത്ത് കളയാൻ പിശാച് ആയുധം
ಆಯುಧಮಾಯಿക്കുമ്പോൾ ಬಹಳ ನಿರೀಕ್ಷೆಯಿಂದ ಆಸಕ್ತಿಯಿಂದ ಬೆಳೆಸಿರುವಂತ ಮಕ್ಕಳಿಗೆ ವಿರೋಧವಾಗಿ ಸೈತಾನನ ಆಯುಧಗಳನ್ನು ಕಳಿಸುವಾಗ നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ തലമുറകൾക്ക് നേരെ അവൻ അയക്കുന്ന പൈശാചിക ആയുധങ്ങളെ തകർക്കാൻ ഇന്ന് രാത്രിയിൽ യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ನೋಡ್ರಿ, ನಿಮಗೆ ವಿರೋಧವಾಗಿ ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಕುಟುಂಬಕ್ಕೆ ವಿರೋಧವಾಗಿ ಸೈತಾನ ಕಳಿಸುವಂತ ಆಯುಧಗಳನ್ನು ಮುರಿದಾಕೋದಕ್ಕೆ ಯೇಸು ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ചില കുടുംബങ്ങളുടെ ഭവന അന്തരീക്ഷങ്ങൾക്കെതിരെ പിശാച് ആയുധം അയക്കുന്നത്. ಕೆಲವು ಮನೆ ಸನ್ನಿವೇಶಕ್ಕೆ ವಿರೋಧವಾಗಿ ಸೈತಾನ ಆಯುಧ ಕಳಿಸುತ್ತಾರೆ. വീട്ടിൽ നിന്നൊരു ഹല്ലേലൂയ പോലും ഉയരരുത്. ನಿಮ್ಮ ಮನೆಯಿಂದ ಒಂದು ಹಲ್ಲೆಲೂಯ ಕೂಡ ಬರಬಾರದು. വീട്ടിൽ നിന്നൊരു സ്തോത്രത്തിന്റെ ശബ്ദം പോലും ഉയരരുത്. ನಿಮ್ಮ ಮನೆ ಒಳಗಡೆಯಿಂದ ಸ್ತೋತ್ರ ಸ್ವರ ಕೂಡ ಬರಬಾರದು. ആമേൻ. ആമേൻ. ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹം ഉണ്ടാക്കത്തക്ക രീതിയിൽ, ಚಿಕ್ಕ ಚಿಕ್ಕ ವಿಷಯಕ್ಕಾಗಿ ಜಗಳ ಮಾಡುವ, ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കത്തക്ക രീതിയിൽ, ಆಮೇಲೆ ಚಿಕ್ಕ ಚಿಕ್ಕ ಕಾರ್ಯಗಳಿಗೆ ಜಗಳ ಮಾಡುವ, നിന്റെ കുടുംബം അല്പം പോലും സമാധാനം അനുഭവിക്കരുത്. ನಿಮ್ಮ ಕುಟುಂಬದಲ್ಲಿ ಸ್ವಲ್ಪ ಒಂದು ಸಮಾಧಾನ ಇರಬಾರದು. സ്വസ്ഥതയെ പോലും പിശാചില്ലാതെയാക്കി കളഞ്ഞു. ಕೆಲವರ ಸಂತತಿ ತಲೆಮಾರಿ ಕೂಡ ಇಲ್ಲದೆ ಮಾಡಿದರು. സമാധാന അന്തരീക്ഷത്തെ പോലും ഇല്ലാതെയാക്കി കളഞ്ഞു. ಸಮಾಧಾನವೇ ಇಲ್ಲದಂತ ಮಾಡಿದರು. ചില കുടുംബങ്ങളുടെ അന്തരീക്ഷത്തിനെതിരെ പിശാച് പടപൊരുതുമ്പോ ಆಮೇಲೆ ಕೆಲ ಕುಟುಂಬಕ್ಕೆ ಸಮಾಧಾನಕ್ಕೆ ವಿರೋಧವಾಗಿ ദൈവം പറയുന്നു, നിനക്കെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ആയുധമയക്കുന്ന അന്ധകാരത്തിന്റെ മുഖത്തെ ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ നിന്ന് ദൈവം തകർത്തു മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ನಿಮ್ಮ ಮನೆಗೆ ವಿರುದ್ಧವಾಗಿ, ನಿಮ್ಮ ಕುಟುಂಬಕ್ಕೆ ವಿರುದ್ಧವಾಗಿ, ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ವಿರುದ್ಧವಾಗಿ ಸೈತಾನ್ ಕಳಿಸುವಂತ ಎಲ್ಲ ಆಯುಧಗಳು ಕರ್ತನು ಮುರಿದಾಕ್ತಾರೆ. ശബ്ദ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ ಶಬ್ದ ಎತ್ತಿ ಒಂದು ಹಲ್ಲೆಲೂಯಾ ಹೇಳಿ. உந்த கிருபை வேண்டுமே, உந்த கிருபை வேண்டுமே, உந்த கிருபை நான் ஒன்றும் இல்லையே, உந்த கிருபை வேண்டுமே, உந்த கிருபை போதுமே, உந்த கிருபை இல்லாமல் நான் ஒன்றும் இல்லையே യേശുവേ. ഞാൻ ആ ഭാഗം വിശദീകരിക്കാതെ ವಿಶದವಾಗಿ ಹೇಳೋದಕ್ಕೆ ಸಮಯವಿಲ್ಲ. വാക്യങ്ങൾ മാത്രം വായിച്ച് ವಾಕ್ಯವನ್ನು ಮಾತ್ರ ಓದುತ್ತೇನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, സ്തോത്രം. തലമുറകൾ നഷ്ടപ്പെട്ടിട്ടും ഇയ്യോബിന്റെ ഭക്തി അവസാനിച്ചു. ಮಕ್ಕಳೆಲ್ಲ ಸತ್ತೋದ್ರೇನು ಆಮೇಲೆ ಯೋಬನು ತನ್ನ ಭಕ್ತಿಯನ್ನು ಬಿಟ್ಟು ಹೋಗಲಿಲ್ಲ. ആയുധം കൂടെ ഇയ്യോബിന്റെ കയ്യിലുള്ളൂ. ಆಮೇಲೆ ಕೊನೆಯದಾಗಿ ಒಂದು ಆಯುಧ, പോലും ശാസ്താന്റെ കയ്യിൽ ഒറ്റ ആയുധം കൂടെ ഉള്ളൂ. ಆಮೇಲೆ ಸೈತಾನನ ಕೈಯಲ್ಲಿ ಒಂದೇ ಒಂದು ಆಯುಧ. അവസാനത്തെ ഏറ്റവും ശക്തിയുള്ള ആയുധം പിശാചി യോബിന് നേരെ അയച്ചു. ಆಮೇಲೆ ಕೊನೆಯ ಆಯುಧವನ್ನು ಯೋಬಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಕಳಿಸಿದನು. അത് അവന്റെ ശരീരത്തിനെതിരെയായിരുന്നു. ಅದು ಆತನ ಶರೀರಕ್ಕೆ ವಿರುದ್ಧವಾಗಿ, അവന്റെ ശരീരത്തിനെതിരെ രോഗമെന്ന ആയുധം അയച്ചു. ಆಮೇಲೆ ಆತನ ಶರೀರಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ರೋಗವೆಂಬ ಒಂದು ಆಯುಧವನ್ನು ಕಳಿಸಿದನು. ഭാര്യ പോലും തള്ളി പറഞ്ഞു. ಆಮೇಲೆ ಹೆಂಡತಿ ಸಹ ಆಮೇಲೆ ತಳ್ಳಿಬಿಟ್ರು. നീ പോയി ചത്തുകളക എന്ന് പറഞ്ഞു. ನೀನ್ ಹೇಗಾದ್ರೂ ಹೋಗಿ ಸತ್ತು ಹೋಗೋ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ, ತಲೆಯಿಂದ ಅಂಗಾಲುವರೆಗೂ പഴുത്തളിഞ്ഞ ചീഞ്ഞു നാറുന്ന വൃണങ്ങളാൽ നിറയപ്പെട്ട്, ಆಮೇಲೆ ಹುಣ್ಣುಗಳಿಂದ ಬಾಧಿಸಲ್ಪಟ್ಟವನಾಗಿ, ചാരത്തിൽ ഇരുന്ന് ഒട്ട് കഷ്ണമെടുത്ത് ശരീരം ചുരണ്ടുന്ന ഇരോബിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ಆತನ ಶರೀರವನ್ನು ಕೆರಿತಾ ಇರುವಂತ ಯೋಬನನ್ನು ನೋಡ್ತಾ ಇದ್ದೀನಿ. ആമേൻ. എല്ലാവരാലും വെറുക്കപ്പെട്ട്, ಎಲ್ಲರಿಂದ ತಳ್ಳಲ್ಪಟ್ಟು, സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, ಇರುವಂತ ಆಸ್ತಿ ಎಲ್ಲ ನಷ್ಟವಾಯಿತು, തലമുറകളെല്ലാം നഷ്ടപ്പെട്ട്, ಮಕ್ಕಳೆಲ್ಲ ಸತ್ತೋದರು, ആമേൻ. കൂട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞു, ಸ್ನೇಹಿತರೆಲ್ಲ ಬಿಟ್ಟು ಬಿಟ್ಟರು. ഏകനായി ചാരത്തിൽ ഇരുന്ന് ഒട്ട് കഷ്ണമെടുത്ത് ശരീരം ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ಒಬ್ಬಟ್ಟಿನಾಗಿ ಆಮೇಲೆ ದಾರಿಯಲ್ಲಿ ಬೀದಿಯಲ್ಲಿ ಕುತ್ತುಕೊಂಡು ತನ್ನ ಶರೀರವನ್ನು ಕೆರಿತಾ ಇರುವಾಗ, ആരും അവന്റെ അരികിലേക്ക് അടുക്കാൻ പോലും അറക്കുന്ന രീതിയിൽ ಯಾರು ಆತನ ಹತ್ತಿರಕ್ಕೆ ಬರೋದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറയപ്പെട്ട്, ಶರೀರವೆಲ್ಲ ಆಮೇಲೆ ಹುಣ್ಣುಗಳಿಂದ ತುಂಬಲ್ಪಟ್ಟು രോഗബാധിതനായിരിക്കുന്ന യോബ്, ಈ ರೋಗದಲ್ಲಿರುವಂತ ಯೋಬನು അവസാനത്തെ ആയുധം പിശാച് അയച്ചത് അവന്റെ ശരീരത്തിനെതിരെ. ಆಮೇಲೆ ಕೊನೆ ಆಯುಧವನ್ನು ಸೈತಾನ ಕಳಿಸಿದ ಆತನ ಶರೀರದಲ್ಲಿ. രാത്രിയിൽ ഏതൊക്കെയോ ശരീരത്തിന് നേരെ പിശാച് ആയുധം അയച്ചിട്ടുണ്ട്. ಇವತ್ತು ರಾತ್ರಿ ಅನೇಕ ಶರೀರಕ್ಕೆ ವಿರೋಧವಾಗಿ ಸೈತಾನ ಆಯುಧ ಕಳಿಸಿದ್ದಾರೆ. പരസ്യമായ രോഗമായിരിക്കാം, രഹസ്യമായ രോഗമായിരിക്കാം, ಆಮೇಲೆ ಗೊತ್ತಿರುವಂತ ರೋಗವಾಗಿರುವ, ಗೊತ್ತಿಲ್ಲದೆ ಇರುವ ರೋಗವಾಗಿರುವ, ഏതൊക്കെയോ രോഗങ്ങൾക്കകത്ത് നിന്നെ കുടുക്കിയിടാൻ ആഗ്രഹിക്കുന്ന പിശാച്, ಯಾವ ಯಾವ ರೋಗಗಳಲ್ಲಿ ನಿಮ್ಮನ್ನು ಸಿಕ್ಕಾಕಿಕೊಳ್ಳೋದಕ್ಕೆ ಪ್ಲಾನ್ ಮಾಡಿರುವ ಸೈತಾನನು, ഏതൊക്കെയോ രോഗങ്ങളിൽ ചിലതിനെ തകർത്ത് കളയാൻ പിശാച് പദ്ധതിയിടുമ്പോ, ಅನೇಕ ರೋಗದಲ್ಲಿ ನಿಮ್ಮನ್ನು ನಾಶಪಡಿಸುವುದಕ್ಕೆ ಸೈತಾನನು ಪದ್ಧತಿ ಹಾಕುವ. ദൈവം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ಇವತ್ತು ರಾತ್ರಿ ದೇವರು ಹೇಳ್ತಾರೆ, ನಾನೇ ನಿನ್ನನ್ನು ಸೌಖ್ಯ ಮಾಡುವುದು ಯೆಹೋವನು. നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ಆಮೇಲೆ ನನ್ನ ಬಾಸುಂಡಗಳಿಂದ ನಿಮಗೆ ಗುಣವಾಗಿದೆ. ആമേൻ. ആർക്കും സഹായിക്കാൻ കഴിയാത്ത നിന്റെ മേൽ ഇന്ന് രാത്രിയിൽ ദൈവം സൗഖ്യത്തിന്റെ കരം കൊണ്ടുവന്നിടുകയാണ്. ಯಾರಿಗೂ ಸಹಾಯ ಮಾಡಕ್ಕೆ ಇರುವಂತ ನಿನ್ನ ಶರೀರದ ಮೇಲೆ ದೇವರು ಸೌಖ್ಯ ಕೊಡುತ್ತಾರೆ. ചില രോഗത്തിന്റെ നുകങ്ങളെ ഇന്ന് രാത്രി ദൈവം ശരീരങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ರೋಗದ ನುಗಗಳು ದೇವರು ತೆಗೆದುಹಾಕಿದ್ದಾರೆ യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ಶಬ್ದವೆತ್ತಿ ಒಂದು ಹಲ್ಲೆಲೂಯಾ ಹೇಳೋಣವ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. ನಾವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳೋಣವ. പ്രാർത്ഥിക്കാം. ನಾವೆಲ್ಲರೂ ಸೇರಿ ಪ್ರಾರ್ಥಿಸೋಣ. ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവം ഒരു ജയം തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ಕೆಲವರ ಸಮಸ್ಯೆಗಳ ಮಧ್ಯದಲ್ಲಿ ದೇವರು ಜಯ ಕೊಡುತ್ತಾರೆ.
நான் என்று சொல்ல எனக்கொன்றும் இல்லை, தராம் என்று சொல்ல என்னிடம் எதுவும் இல்லை. நான் என்று சொல்ல எனக்கொன்றும் இல்லை, தராம் என்று சொல்ல என்னிடம் எதுவும் இல்லை. தகுதியில்லா என்னை உயர்த்தினதும் உந்த கிருபை. ஓ, தகுதியில்லா என்னை உயர்த்தினதும் உந்த கிருபை. உந்த கிருபை இல்லைனா நானும் இல்லை, உந்த கிருபை இல்லாமல் நானும் இல்லை. உந்த கிருபை வேண்டுமே, உந்த கிருபை போதுமே, உந்த கிருபை இல்லாமல் நான் ஒன்றும் இல்லையே. உந்த கிருபை வேண்டுமே, உந்த கிருபை போதுமே, உந்த கிருபை இல்லாமல் நான் ஒன்றும் இல்லையே. യേശുവേ, പറയാ, ദൈവത്തോട് പറയാ. ഉന്ത കിരുബൈ വേണ്ടുമേ, ഉന്ത കിരുബൈ പോതുമേ, ഉന്ത കിരുബൈ ഇല്ലാമൽ ഞാൻ ഒന്നും ഇല്ലയേ. ഉന്ത കിരുബൈ വേണ്ടുമേ, ഉന്ത കിരുബൈ പോതുമേ, ഉന്ത കിരുബൈ ഇല്ലാമൽ ഞാൻ ഒന്നും ഇല്ലയേ. യേശുവേ, നാളുകളായി സാമ്പത്തികമായി ചില പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ കിടന്ന് വട്ടം കറങ്ങുകയാണ്. ಆಮೆನ್. ಸ್ತೋತ್ರ. ಆಸ್ತಿ, ಆಮೆನ್. ಆ ಐಶ್ವರ್ಯದ ವಿಷಯದಲ್ಲಿ, ಹಣದ ವಿಷಯದಲ್ಲಿ ಆಮೆನ್ ಸುತ್ತಾಡ್ತಾ ಇದೆ. എത്ര ശ്രമിച്ചിട്ടും ഉയരാൻ കഴിയാത്തതുപോലെയുള്ള ಎಷ್ಟು ನಾವು ಕಷ್ಟಪಟ್ಟರೂ ಒಂದು ಉದ್ಧಾರಕ್ಕೆ ಆಗೋದೇ ಇಲ್ಲ. ബാധ്യതകൾക്ക് മീതെ ബാധ്യതകൾ മാത്രം, ಸಮಸ್ಯೆಗಳ ಮೇಲೆ ಸಮಸ್ಯೆ, കടഭാരങ്ങൾക്ക് മീതെ കടഭാരങ്ങൾ, ಸಾಲ ತೊಂದರೆ ಮೇಲೆ ಸಾಲ ತೊಂದರೆ. ആമേൻ. സാമ്പത്തിക ദാരിദ്ര്യത്തിന് പുറകെ ദാരിദ്ര്യങ്ങൾ മാത്രം. ಆಮೆನ್. ಸ್ತೋತ್ರ. ಆಮೆನ್. ಐಶ್ವರ್ಯಕ್ಕೆ ಆಮೆನ್ ತೊಂದರೆ ಮಾತ್ರ. എത്ര അധ്വാനിച്ചിട്ടും അതിന്റെ നന്മകൾ എനിക്ക് അനുഭവിക്കാൻ ಎಷ್ಟು ಕಷ್ಟಪಟ್ಟರೂ ಆ ಒಂದು ನನ್ಮೆಯನ್ನು ನನಗೆ ಸಿಕ್ಕದೇ ಇರುವಂತ. തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് വീണ്ടും ബാധ്യതകൾ തന്നെ, ബാധ്യതകൾ മാത്രം. ಆಮೆನ್. ನಾವು ಹಿಂದಿರುಗಿ ನೋಡುವಾಗ ಮತ್ತೆ ತೊಂದರೆ ತೊಂದರೆ. ഇന്ന് രാത്രിയിൽ അതിന്റെ മേലെ എനിക്കൊരു ജയമണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ಅದರ ಮೇಲೆ ಜಯ ಬೇಕು ಅಂತ ಎಷ್ಟು ಜನ ಇಷ್ಟಪಡ್ತೀರಾ? എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ, ಆ ಕೈಗಳನ್ನು ಎತ್ತಿ, ಆ ಕೈಗಳನ್ನು ಎತ್ತಿ ನನಗೆ ಜಯ ಬೇಕು. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ആരോടൊക്കെയോ ദൂതായിട്ട് പറയുന്നു, നിന്റെ സാമ്പത്തിക മേഖലകളുടെ മേൽ ദൈവം ഒരു ജയം നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ನಿಮ್ಮ ಆರ್ಥಿಕ ವಿಷಯದ ಮೇಲೆ ದೇವರೊಂದು ಜಯ ಕೊಡುತ್ತಾರೆ. നാടുകളായി ഒരു നിഴല് പോലെ പിൻപറ്റുന്ന ബാധ്യതകളെ ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ നിന്ന് ദൈവം എടുത്തു മാറ്റുകയാണ്. ಅನೇಕ ದಿನಗಳಾಗಿ ನಿಮ್ಮನ್ನು ಹಿಂಬಾಲಿಸಿ ಬರುವಂತ ಆ ಒಂದು ತೊಂದರೆಯಿಂದ ದೇವರು ಬಿಡುಗಡೆ ಮಾಡುತ್ತಾರೆ. ഒരു കാളയുടെ ചുമലിൽ നിന്ന് ഒരു നുകം എടുത്തു മാറ്റുമ്പോൾ ആ കാള എങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവോ അതുപോലെ ചിലരുടെ സാമ്പത്തിക മേഖലകളുടെ മേൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു സ്വാതന്ത്ര്യം വെളിപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. ಎತ್ತಿನ ಕತ್ತಿನಿಂದ ಆ ನುಗವನ್ನು ತೆಗೆದುಹಾಕಿದರೆ ಯಾವ ರೀತಿಯಲ್ಲಿ ಎತ್ತು ಸ್ವತಂತ್ರವಾಗಿರುತ್ತದೋ ಅದೇ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ರಾತ್ರಿ ನಿಮ್ಮನ್ನು ಆರ್ಥಿಕ ವಿಷಯದಲ್ಲಿ ಒಂದು ಸ್ವತಂತ್ರವನ್ನು ಕೊಡುತ್ತಾರೆ. അത് ആഗ്രഹിക്കുന്നവർ മുമ്പിലേക്ക് കടന്നു വന്നാൽ, ಆಮೇಲೆ ಅದು ಬೇಕಾಗಿರುವ ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. ഇന്ന് രാത്രി